Good afternoon. Good afternoon. Okay. Okay, good afternoon. Okay, Tansi, Rasina, okay. Nandini, okay, Merlin, Dr. Koray Kalayile കണ്ടിട്ട്. Okay, Prasanna. Okay. എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. നിങ്ങളുടെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ ഇപ്പോഴാണ് കയറുന്നത് ക്ലാസ്സില്. ഓക്കെ, ശരണ്യ, സജിന, ഓക്കെ. ആൻഡ് ശ്രീ, ഓക്കെ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇനി ഉണ്ടായിരുന്നു എക്സാം ഒക്കെ, റിസൾട്ട് ഒക്കെ വന്നില്ലേ? എല്ലായിരുന്നോ പരീക്ഷ? എളുപ്പമായിരുന്നു മാം. എളുപ്പമായിരുന്നു അല്ലേ? ഓക്കെ ഓക്കെ. കാർത്തിക, അതെന്താന്ന് വെച്ചാൽ നിങ്ങളുടെ ക്ലാസ്സുകളുള്ള ദിവസം അവധിയായിരുന്നു. ഒന്ന് റിപ്പബ്ലിക്കിന്റെ അവധി വന്നു, പിന്നെ പറഞ്ഞ സ്ട്രൈക്ക് വന്നു അല്ലെ? അങ്ങനെയൊക്കെ കാരണം കൊണ്ട് ആ സുഖമായിട്ടിരിക്കുന്നു. വോയിസ് സ്റ്റക്ക് ആവുന്നു. ഓക്കെ, ആ സുഖമാണ്, ക്ഷമിയ കുഴപ്പമില്ല, സുഖമായിട്ടിരിക്കുന്നു. ഓക്കെ, അപ്പൊ നമ്മൾ അങ്ങനെ തേർഡ് മൊഡ്യൂളിലേക്ക് കടക്കുകയാണ്. നിങ്ങളൊരു വാക്ക് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, തേർഡും ഫോർത്തും ഒക്കെ കഴിയുന്നത് വരെ എല്ലാവരും പഴയ സ്ട്രെങ്ത്തിൽ ഉണ്ടാവും എന്നൊക്കെയാണ് പറഞ്ഞത്. എന്തോ വന്നിട്ടുണ്ട്. ഓക്കെ, കുഴപ്പമില്ല. ഓക്കെ, മടുത്തിട്ട് പോകരുത് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, തേർഡും ഫോർത്തും മൊഡ്യൂളിലെ ചാപ്റ്റേഴ്സുകളൊക്കെ കുറച്ച് വലുതാണ്. ഇപ്പൊ ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സുകളൊക്കെയാണ്, പറയുന്നത് അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിവിടെ പഠിക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഒത്തിരി ലെങ്ത് ആണ്, ഭയങ്കര ലെങ്ത് ആണ്, ബോറിംഗും ആണ്. ചില ചാപ്റ്റേഴ്സ് നമുക്ക് അത്ര സുഖം ഉണ്ടാവില്ല. ചില ചാപ്റ്റേഴ്സ് ഒക്കെ ഭയങ്കര ബോറാണ് അല്ലേ? ഭയങ്കര ബോറാണ്, പക്ഷെ കുഴപ്പമില്ല, പഠിച്ചെടുക്കാൻ പറ്റും കേട്ടോ. ഓക്കെ, അപ്പോ കുഴപ്പമില്ല, ഇതുപോലെ പല ബാച്ചിലൊക്കെ കടന്നിട്ടില്ലേ നമ്മള് പോകുന്നത്. അങ്ങനെ വിചാരിക്കണ്ട കേട്ടോ, ബുദ്ധിമുട്ടാണ് അങ്ങനെ വിചാരിക്കണ്ട. ഓക്കെ, തുടങ്ങാലോ. അപ്പൊ നമുക്ക് ഏത് സമയം കളയണ്ട, നമുക്ക് ക്ലാസ്സിലോട്ട് പോവാം. ഓക്കെ, ശരിയാണ് ശരിയാണ്. അപ്പൊ നോക്കാം, ഞാൻ എടുക്കുന്നത് ചാപ്റ്റർ നമ്പർ 2 ആണ് കേട്ടോ. മൊഡ്യൂൾ 3 രണ്ടാമത്തെ ചാപ്റ്റർ ആണ് എടുക്കുന്നത്. ചാപ്റ്ററിന്റെ പേര് നോട്ട് ചെയ്ത് വെക്കാം, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് കേട്ടോ. ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ ചെറിയ ചാപ്റ്റർ ആണ്, മറ്റുള്ള ചാപ്റ്റർ പോലെയല്ല, ചെറുതാണ്, സിമ്പിൾ ആണ് കേട്ടോ. കുറച്ച് കണ്ടന്റുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ട്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ വലിയ വലിയ ചാപ്റ്റർ ഒക്കെ കുറെ പഠിക്കാനുണ്ട് അങ്ങനെയൊന്നും ഇല്ല. ചില വലിയ ചാപ്റ്ററിൽ നിന്നും കാര്യമായിട്ട് വലിയ കണ്ടന്റുകളൊന്നും ഉണ്ടാവില്ല, കുറച്ച് കുറച്ച് കണ്ടന്റുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് മാത്രം നമ്മൾ ഫിൽട്ടർ ചെയ്ത് പഠിച്ചാൽ മതി കേട്ടോ. അതുപോലെയുള്ള ഒരു ചാപ്റ്റർ ആണിത്, ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ്. ട്രാൻസ്ഫർ ചെയ്യാതെ പറയുമ്പോൾ എന്തായിരിക്കും ഉദ്ദേശിക്കാം? നമ്മൾ ഷിഫ്റ്റ് ചെയ്യുക അല്ലെ? പേഷ്യൻസിനെ നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യാം. അതിനെയാണല്ലോ നമ്മൾ പൊതുവെ ട്രാൻസ്ഫർ എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത് കേട്ടോ. 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, രണ്ടാമത്തത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഏതൊക്കെയാണ് 2 ടൈപ്പ് ഓഫ് ട്രാൻസ്ഫർ? ഏതൊക്കെയാണ്? ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, രണ്ടാമത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എന്താണ്? വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഡിപ്പാർട്ട്മെന്റ് അല്ലെങ്കിൽ വൺ യൂണിറ്റ് ടു അനദർ യൂണിറ്റ് വിത്തിൻ ദ സെയിം ഹോസ്പിറ്റൽ. ഇന്റേണൽ ആണ് അല്ലെ? അതായത് ഒരു ഹോസ്പിറ്റലിനകത്ത് തന്നെ നമ്മൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റൊരു ഡിപ്പാർട്ട്മെന്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. നമ്മൾ വേറെ ഹോസ്പിറ്റലിലോട്ട് പോകുന്നില്ല, അതേ ഹോസ്പിറ്റലിലെ തന്നെ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മറ്റേതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോട്ട്, അല്ലെങ്കിൽ ഒരു യൂണിറ്റിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് എന്ത് പറയുന്നത്? ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഇന്റേണൽ ട്രാൻസ്ഫർ എന്നും പറയും. പിന്നെ ഒരു കാര്യം കൂടെ നമ്മൾ പറയും, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്നും പറയും. രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയും, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും. നമ്മൾ മെഡിക്കൽ ടെർമിനോളജിയില് ഞാൻ അന്ന് പറഞ്ഞപ്പോ ഓർക്കുന്നുണ്ടെന്നില്ലേ, ഇൻട്രാ എന്ന വാക്ക് കേട്ടാൽ വിത്തിൻഡ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. ഇൻട്രാ
ഇൻട്രാ. ചിലപ്പോൾ ഒരു സംശയം ഇൻട്രാ എന്ന് കേൾക്കുമ്പോൾ പുറത്തേക്ക് പോകുന്നതാണോ എന്നൊരു സംശയം. അങ്ങനെയല്ല, ഇൻട്രാ എന്ന മീനിങ് എന്താണ്? വിത്തിൻ ദ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. അപ്പൊ ഇതിന് നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ അഥവാ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. That means transfer of patients from one unit to another unit within the same hospital. Hospital മാറുന്നില്ല, അതേ ഹോസ്പിറ്റലിൽ ഒരു യൂണിറ്റിന് മറ്റൊരു യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ ഇന്റേണൽ ട്രാൻസ്ഫർ അഥവാ ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ? എക്സ്റ്റേണൽ ട്രാൻസ്ഫറിനെ നമുക്ക് എന്ത് പറയാന്നറിയോ? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. എക്സ്റ്റേണൽ ട്രാൻസ്ഫറിനെ നമുക്ക് എന്ത് പറയാം? ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയാം. അതിന്റെ അവസാനം അനദർ ഹോസ്പിറ്റൽ അല്ലെ, അതായത് ട്രാൻസ്ഫർ ഓഫ് പേഷ്യൻസ് ഫ്രം വൺ ഹോസ്പിറ്റൽ ടു അനദർ ഹോസ്പിറ്റൽ. ഒരു ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മറ്റേതെങ്കിലും ഫെസിലിറ്റിയിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എക്സ്റ്റേണൽ ട്രാൻസ്ഫർ അഥവാ ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ആണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. പിന്നെ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു പേഷ്യന്റിനെ? നമ്മൾ എന്തിനാ ശരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത്? വെറുതെ ട്രാൻസ്ഫർ ചെയ്യുന്നതാണോ? അല്ല. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ അല്ലെ. ആ രോഗിക്ക് ഏറ്റവും നല്ല പരിചരണം ഉറപ്പാതെ തന്നെ ബെറ്റർ ട്രീറ്റ്മെന്റ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ഇപ്പൊ കാഷ്വാലിറ്റിയിൽ എമർജൻസിയിൽ വരുന്ന ഒരു പേഷ്യന്റിനെ നമ്മൾ കാഷ്വാലിറ്റിയിൽ അല്ലെ എമർജൻസി ഡിപ്പാർട്ട്മെന്റിലോട്ട് ഒരു ചെസ്റ്റ് പെയിൻ ആയിട്ട് നമ്മൾ പേഷ്യന്റിനെ കൊണ്ടുവരുന്നു അല്ലെ. നമ്മൾ ആദ്യം ജസ്റ്റ് കാഷ്വാലിറ്റിയിൽ വെച്ച് അവരുടെ കണ്ടീഷനൊക്കെ ഒന്ന് സ്റ്റേബിൾ ആക്കും. അത് കഴിഞ്ഞ ഉടനെ നമ്മൾ ഏത് ഡിപ്പാർട്ട്മെന്റിലോട്ട് അവർ ട്രാൻസ്ഫർ ചെയ്യും? കാർഡിയോളജി ഡിപ്പാർട്ട്മെന്റിലോട്ട് ട്രാൻസ്ഫർ ചെയ്യും അല്ലെ. എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ദ ബെറ്റർ ട്രീറ്റ്മെന്റ്. ഇനി അതല്ല, ഒരു ഹോസ്പിറ്റലിലൂടെ ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നു, അവർക്ക് നല്ലൊരു പരിചരണം കൊടുക്കാനുള്ള ഫെസിലിറ്റികൾ നമ്മുടെ ഹോസ്പിറ്റലിൽ ഇല്ലാന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അവരെ അത് തന്നെ കാർഡിയോ ഫെസിലിറ്റി കുറവാണെങ്കിൽ അല്ലെ, നമ്മുടെ ഹോസ്പിറ്റലിൽ അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കൊടുക്കാനുള്ള ഫെസിലിറ്റി ഇല്ല, നമ്മൾ അവരവിടെ ഹോൾഡ് ചെയ്യാൻ ചെയ്യാം. അല്ല, ഉടനടി നല്ല എന്താണ് ഡെവലപ്ഡ് കെയർ കിട്ടുന്ന മറ്റേതെങ്കിലും ഫെസിലിറ്റിയിലോട്ട് നമ്മളവരെ ട്രാൻസ്ഫർ ചെയ്ത് വിടും. ശരിയല്ലേ? അപ്പൊ എന്താണ് ഇതിന്റെ ഉദ്ദേശം? എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ കേട്ടോ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കുന്നത് ട്രാൻസ്ഫർ ആണ്. ട്രാൻസ്ഫർ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. രണ്ട് ടൈപ്പ് ട്രാൻസ്ഫർ ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? പിന്നെ ഒരു പേഷ്യന്റിനെ നമ്മൾ സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഒരു സേഫ് ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് വരുന്ന കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? അത് ഒരു ആറ് കമ്പോണന്റുകൾ ഉണ്ടെങ്കിൽ 6 കമ്പോണന്റുകളിൽ നമുക്ക് കുറെ പോയിന്റുകൾ മനസ്സിലാക്കാനുണ്ട്, പഠിക്കാനുണ്ട്. ഓക്കെ, അതോടുകൂടി ഈ ചാപ്റ്റർ തീരും. അത്രേ ഉള്ളൂ. നമ്മൾ ആ ട്രാൻസ്ഫറിനെ പറ്റിയിട്ട് അത്യാവശ്യം ഡീറ്റെയിൽഡ് ആയിട്ട് ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, എളുപ്പമുള്ള ചാപ്റ്റർ ആണ്. ക്ലാസ് നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ട് പോയാൽ മതി കേട്ടോ. ഓക്കെ, തുടങ്ങട്ടെ. അപ്പൊ ഏകദേശം ഐഡിയ കിട്ടിയോ? നമ്മൾ പഠിക്കാൻ പോകുന്ന ചാപ്റ്ററിനെ പറ്റി ഒരു ഐഡിയ കിട്ടിയില്ലേ? അപ്പൊ നമുക്കിനി പഠിക്കാം കേട്ടോ. വായിക്കാം, നമുക്ക് ഇൻട്രൊഡക്ഷൻ വായിക്കാം. The intra and inter-hospital patient transfer is an important aspect of patient care which is often handled to enhance the existing management of the patient. ഇന്നൊരു കാര്യം കൂടെ ഞാൻ പറയാം. പരമാവധി നിങ്ങൾക്ക് സിമ്പിൾ ആക്കിയിട്ട് നമ്മള് ക്ലാസ് എടുത്ത് തരുള്ളൂ കേട്ടോ. ഏറ്റവും സിമ്പിൾ ആക്കിയിട്ട് എത്രത്തോളം നമുക്ക് സിമ്പിൾ ആക്കി നിങ്ങൾക്ക് തരാൻ പറ്റുമോ അത്രത്തോളം സിമ്പിൾ ആക്കിയിട്ട് നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞു തരാം കേട്ടോ. അപ്പൊ അങ്ങനെ നിങ്ങൾ പഠിച്ചു പോയാൽ മതി. വലിയ വലിയ ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു തലവേദന തോന്നണ്ട, അതെങ്ങനെ പഠിക്കൂ എന്നുള്ള ഒരു ബുദ്ധിമുട്ട് നിങ്ങൾ വിചാരിക്കേണ്ടാണ്. അതായത് മാക്സിമം സിമ്പിൾ ആക്കിയിട്ട് പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ നമ്മൾ പറയാം ക്ലാസ്സിൽ. അതൊക്കെ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. പിന്നെ ഞാൻ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാല് ഡെയിലി നിങ്ങൾ വായിക്കാൻ ശ്രമിക്കണം കേട്ടോ. അതിപ്പോ എന്റെ മാത്രമല്ല, മറ്റെല്ലാ മിസ്സുമാരും എടുക്കുന്ന പോർഷൻസ് ഒരു പ്രാവശ്യത്തിന് നിങ്ങൾ വായിച്ചു പോകണം. മനസ്സിലായോ? അല്ലെങ്കിൽ എന്ത് സംഭവിക്കുന്നത്? ഇതെല്ലാം നമ്മൾ എടുത്തു വെച്ച് ലാസ്റ്റത്തേക്ക് വെക്കാൻ ഇരുന്ന് കഴിഞ്ഞാൽ ശരിക്കും നിങ്ങൾ ബുദ്ധിമുട്ടും. അത് ചെയ്യരുത്. ഒരു കുറച്ച് സമയം ഞാൻ പറയുന്നത് ഇത് പഠിക്കാനല്ല പറയുന്നത്, ഒന്ന് വായിക്കണം. ക്ലാസ് ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് വായിച്ച് ഓക്കെ ഇപ്പൊ ഞാൻ വായിച്ചിട്ടുണ്ട് എന്നുള്ള ആ ഒരു പരിചയമാക്കി വെക്കണം കേട്ടോ. അല്ലാണ്ട് ഒട്ടും വായിക്കാതിരുന്ന് കഴിഞ്ഞാൽ ലാസ്റ്റത്തേക്ക് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ചെയ്യരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഞാൻ പറയുന്നത് മോക്ക് ടെസ്റ്റുകൾ പ്രാക്ടീസ് ചെയ്തു പോകണം. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ.
കാര്യം തേർഡും ഫോർത്തും മൊഡ്യൂൾ ചാപ്റ്റേഴ്സിന്റെ പ്രത്യേകത അറിയാലോ. അത് ക്ലിയർ ചെയ്ത് പോകണമെങ്കിൽ മോക്ക് ടെസ്റ്റുകൾ നിങ്ങൾക്ക് ഒരുപാട് ഹെൽപ്ഫുൾ ആയിരിക്കും. അതും നോക്കി പോകണം കേട്ടോ. അപ്പൊ ഇനി നമുക്ക് വായിക്കാം. The intra and inter hospital patient transfer is an important aspect of a patient care, which is often handled to enhance the existing management of the patient. ഒന്നുമില്ല, അതായത് രണ്ട് ടൈപ്പ് ട്രാൻസ്ഫറിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിച്ചതാണത്. ഇൻട്രാ ആൻഡ് ഇന്റർ ഹോസ്പിറ്റൽ പേഷ്യന്റ് ട്രാൻസ്ഫർ. ഇതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്? പേഷ്യൻസിനെ, നിലവിലുള്ള പേഷ്യൻസിനെ മാനേജ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് അല്ലെങ്കിൽ അവരുടെ പരിചരണത്തിന്റെ ഭാഗമായിട്ടുള്ള ഒരു കാര്യമാണ് ട്രാൻസ്ഫർ എന്ന് പറയുന്നത്. അത് രണ്ട് ടൈപ്പ് ഉണ്ട്. ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ ആവാം, ഇന്റർ ഹോസ്പിറ്റൽ ട്രാൻസ്ഫറും ആകാം അല്ലെ. പിന്നെന്താണ്? ഇറ്റ് മേ ഇൻവോൾവ് carrying a patient within the same facility for any diagnostic procedure or shift to another facility with a more well-developed care. ഒന്നുകിൽ അതേ ഹോസ്പിറ്റലിൽ തന്നെ നമുക്ക് അവരെ ഷിഫ്റ്റ് ചെയ്യാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും വെൽ ഡെവലപ്ഡ് കെയർ കിട്ടുന്ന മറ്റേതെങ്കിലും ഫെസിലിറ്റിയിലോട്ട് ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ് അല്ലെ. The main aim in all such a shifting is to maintain a continuity of medical care. ആ ഒരു സെന്റൻസ് നിങ്ങൾ ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. The main aim in all such a shifting is to maintain the continuity of medical care. നമ്മളോട് ചോദിക്കുകയാണ്, what is the purpose of the transfer of patient? പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ഇതിന്റെ ഉത്തരവാണ് ആ കൊടുത്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. മെഡിക്കൽ പരിചരണത്തിന്റെ തുടർച്ച ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലേ. ഓക്കെ, അതൊരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് കേട്ടോ. ഇനി, ആസ് ദ ട്രാൻസ്ഫർ ഓഫ് സിക്ക് പേഷ്യന്റ് may produce various physiological changes which may negatively affect the prognosis of the patient. അതായത് നമ്മളിപ്പോ ഒരു പേഷ്യന്റിന്, പ്രത്യേകിച്ച് സിക്ക് ആയിട്ടുള്ള അസുഖബാധിതനായിട്ടുള്ള ഒരു രോഗിയെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത്, ഈ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് പലതരത്തിലുള്ള ശാരീരിക മാറ്റങ്ങൾ അവർക്ക് ഉണ്ടാവാം. അങ്ങനെ ഉണ്ടാകുന്ന ശാരീരിക മാറ്റങ്ങൾ ഒരു പക്ഷെ അവരുടെ കണ്ടീഷനെ വളരെ ഗുരുതരമായിട്ട് എഫക്ട് ചെയ്യുമെന്നുണ്ട്, നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്യും. കാരണം ഗുരുതരമായിട്ടുള്ള ക്രിട്ടിക്കൽ പേഷ്യൻസ് ഒക്കെ ആണെങ്കിൽ നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, പ്രത്യേകിച്ച് ഫിസിയോളജിക്കൽ ചേഞ്ചസുകളൊക്കെ ഉണ്ടാവാം. അത് ഒരു പേഷ്യന്റിന്റെ ഹെൽത്ത് കണ്ടീഷനെ നെഗറ്റീവായിട്ട് അഫക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ എന്താണ് നമ്മൾ അവിടെ ഉറപ്പുവരുത്തുന്നത്? ഒരു സേഫ് ട്രാൻസ്ഫർ നമ്മൾ ഉറപ്പുവരുത്തണം. എന്തുകൊണ്ട് നമ്മൾ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റിനെ ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ കാരണം, ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ വെറുതെ ഷിഫ്റ്റിംഗ് മാത്രമല്ല, സേഫ് ആയിട്ട് ട്രാൻസ്ഫർ ചെയ്യാന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാനുണ്ട് കേട്ടോ. അപ്പൊ നോക്കുക, ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റഡ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ, പ്രീ ട്രാൻസ്ഫർ. ഞാൻ പറയുന്ന കാര്യങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക കേട്ടോ. ഇപ്പൊ ഞാൻ വായിക്കുന്ന സ്റ്റേറ്റ്മെന്റ്സുകളെല്ലാം തന്നെ അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇറ്റ് ഷുഡ് ബി ഇനീഷ്യേറ്റഡ് സേഫ് ട്രാൻസ്ഫർ കൺസിസ്റ്റ് ഓഫ്, ഇതൊക്കെയാണ് ഡിസിഷൻ ടു ട്രാൻസ്ഫർ ആൻഡ് കമ്മ്യൂണിക്കേഷൻ. അണ്ടർലൈൻ ചെയ്ത് പോവാട്ടോ. പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, choosing the appropriate mode of transfer, that is land transfer or air transport, comma, ഇവിടെ ഒരു comma ഇട്ട് കൊടുക്കണം. Personnel going along with the patient, comma, equipment and monitoring needed in the course of transfer, and finally the documentation and handover of the patient at the receiving facility. അത്രയും ഭാഗങ്ങൾ നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. എന്താണ് അവിടെ പറയുന്നത്? നമുക്കറിയാം, ഇങ്ങനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ പലതരത്തിലുള്ള ഫിസിയോളജിക്കൽ ചേഞ്ചസ് അവിടെ ഉണ്ടായേക്കാം. അത് ഒരു പേഷ്യന്റിന്റെ കണ്ടീഷനെ നെഗറ്റീവായിട്ട് എഫക്ട് ചെയ്തേക്കാം. അതുകൊണ്ട് ഒരു സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫർ ഉറപ്പാക്കേണ്ടത് അത്യാവശ്യമാണ്. ഒരു സേഫ് ട്രാൻസ്ഫറിനകത്ത് ഉൾപ്പെടുന്ന കമ്പോണൻസുകൾ എന്തൊക്കെയാണ്? ഒരു സേഫ് ആയിട്ടുള്ള ട്രാൻസ്ഫറിൽ ഉൾപ്പെടുന്ന കമ്പോണൻസുകൾ ഇതൊക്കെയാണ്. ഇതൊക്കെ കമ്പോണൻസുകളാണ് അതിനകത്ത് വരുന്നത്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ, ഒന്നാമത്തെ കമ്പോണന്റ് അതാണ്. ഡിസിഷൻ ടു ട്രാൻസ്ഫർ, ട്രാൻസ്ഫർ ചെയ്യാൻ എടുക്കുന്ന തീരുമാനം. ഓടിപ്പോയി വെറുതെ നമ്മൾ ഡിസൈഡ് ചെയ്യില്ല ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട്. അതിന് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടായെങ്കിൽ മാത്രമാണ് നമ്മൾ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത് അല്ലെ. അപ്പൊ ആ തീരുമാനം, ഡിസിഷൻ ടു ട്രാൻസ്ഫർ. പിന്നെ രണ്ടാമത്തത് എന്താണ്? കമ്മ്യൂണിക്കേഷൻ. ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. അതായത് നമ്മള് ഈ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു യൂണിറ്റിലോട്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഹോസ്പിറ്റലിലോട്ടോ നമ്മൾ അയക്കാണ് അല്ലെ, ഷിഫ്റ്റ് ചെയ്ത് വിടുകയാണ്. അപ്പൊ ഇനി ആരാണോ ആ പേഷ്യന്റിനെ സ്വീകരിക്കുന്നത്
ആ റിസീവിംഗ് ഫെസിലിറ്റി ആരാണോ അവരോടൊപ്പം അവരോടുള്ള കമ്മ്യൂണിക്കേഷൻ എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പൊ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുമ്പോൾ ആരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആണ്? കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി. രോഗിയെ ആരാണോ ഇനി സ്വീകരിക്കാൻ പോകുന്നത്, നമ്മൾ ഇവിടുന്ന് ട്രാൻസ്ഫർ ചെയ്ത് വിടുകയാണ്. ഇനി രോഗി ആരാണോ റിസീവ് ചെയ്യുന്നത് ആ റിസീവിംഗ് ഫെസിലിറ്റിയുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ രണ്ടാമത്തെ കമ്പോണന്റ്. മൂന്നാമത്തെ എന്താണ്? പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ. ദാറ്റ് മീൻസ് പ്രിപ്പറേഷൻ ആൻഡ് സ്റ്റെബിലൈസേഷൻ ഓഫ് എ പേഷ്യന്റ് ബിഫോർ ദ ട്രാൻസ്ഫർ. ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുൻപായിട്ട് നമ്മൾ ആ പേഷ്യന്റിനെ എന്ത് ചെയ്യണം? തയ്യാറാക്കണം, പ്രിപ്പയർ ചെയ്യണം, അവരെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യണം, അവരുടെ കണ്ടീഷൻ സ്റ്റെബിലൈസ് ചെയ്യണം. അത് മൂന്നാമത്തെ കമ്പോണന്റ്. നാലാമത്തെ കമ്പോണന്റ് എന്താണ്? ചൂസിംഗ് ദ അപ്രോപ്രിയേറ്റ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. ദാറ്റ് മീൻസ് മോഡ് ഓഫ് ട്രാൻസ്ഫർ. അതാണ് നാലാമത്തെ കമ്പോണന്റ്. ഏത് രീതിയിൽ നമ്മൾ അവരെ ട്രാൻസ്ഫർ ചെയ്യണം? ദാറ്റ് മീൻസ് ലാൻഡ് ട്രാൻസ്ഫർ ആണോ, എയർ ട്രാൻസ്പോർട്ട് ആണോ? രണ്ട് രീതിയിൽ നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാലോ. ഒന്നുകിൽ നമുക്ക് എയർ ട്രാൻസ്പോർട്ട് ചെയ്യാം, അല്ലെ? ഇപ്പൊ ഫ്ലൈറ്റ് വഴി, ഹെലികോപ്റ്റർ ത്രൂ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ ആംബുലൻസ് ത്രൂ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്. അത് എയർ ട്രാൻസ്പോർട്ട് ആണോ അതോ ലാൻഡ് ട്രാൻസ്ഫർ ആണോ? അതാണ് നാലാമത്തെ കമ്പോണന്റ്. അഞ്ചാമത്തെ കമ്പോണന്റ് എന്താണ്? പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ വെറുതെ അവരെ ട്രാൻസ്ഫർ ചെയ്ത് വിടുകയില്ല, അവരോടൊപ്പം അക്കമ്പനി ചെയ്തുകൊണ്ട് ഒരു സ്റ്റാഫ്, നല്ല സ്റ്റാഫുകൾ കൂടെ പോയിരിക്കണം. അതാണ് പേഴ്സണൽ ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ്. പേഷ്യന്റിനോടൊപ്പം അക്കമ്പനി ചെയ്യുന്ന പേഴ്സണൽ സ്റ്റാഫുകള്. അതാണ് അഞ്ചാമത്തെ കമ്പോണന്റ്. ആറാമത് വരുന്നത് എന്താണ്? എക്യുപ്മെന്റ് ആൻഡ് മോണിറ്ററിംഗ് നീഡഡ് ഇൻ ദ കോഴ്സ് ഓഫ് ട്രാൻസ്ഫർ. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ എക്യുപ്മെന്റ്സുകൾ, മോണിറ്ററിംഗ് സംവിധാനങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത്. അതാണ് ആറാമത്തെ കമ്പോണന്റ്. ഒരു കമ്പോണന്റ് കൂടിയുണ്ട്. ഫൈനലി ദ ഡോക്യുമെന്റേഷൻ ആൻഡ് ഹാൻഡ് ഓവർ ഓഫ് ദ പേഷ്യന്റ് അറ്റ് ദ റിസീവിംഗ് ഫെസിലിറ്റി. അവരെ സ്വീകരിക്കുന്ന ഫെസിലിറ്റിയിലോട്ട് പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. നമ്മുടെ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മുടെ പേഷ്യന്റിനെ നമ്മൾ വേറൊരു ഹോസ്പിറ്റലിലോട്ട് ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പം നമ്മുടെ ഹോസ്പിറ്റലിൽ പേഷ്യന്റുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ടായിരുന്ന എല്ലാ മെഡിക്കൽ റിപ്പോർട്ട്സുകളും അവരുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റ്സുകളും നമ്മൾ എന്ത് ചെയ്യണം? അവരെ ഇനി സ്വീകരിക്കാൻ പോകുന്ന ഹോസ്പിറ്റലിലോട്ട് പ്രോപ്പർ ആയിട്ട് ഹാൻഡ് ഓവർ ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമാണ് അവർക്ക് ഒരു കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ ഉറപ്പാക്കാൻ പറ്റുള്ളൂ. These are the components of a safe transfer. അതിന് ചോദ്യം നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു സേഫ് ട്രാൻസ്ഫറിനകത്ത് വരുന്ന കമ്പോണന്റുകൾ എന്തൊക്കെയാണ് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പോയിന്റുകളൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാകണം. ഡിസിഷൻ ടു ട്രാൻസ്ഫർ, കമ്മ്യൂണിക്കേഷൻ വിത്ത് ദ റിസീവിംഗ് ഫെസിലിറ്റി, പ്രീ ട്രാൻസ്ഫർ സ്റ്റെബിലൈസേഷൻ ആൻഡ് പ്രിപ്പറേഷൻ, choosing the mode of transfer, പിന്നെ personal going along with the patient, equipment and monitoring in the course of transfer, finally the documentation handover. ഇത്രയും കമ്പോണൻസുകളാണ് ഒരു സേഫ് ട്രാൻസ്ഫറിനകത്ത് വരുന്നത്. നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നതും ഈ കമ്പോണന്റുകളുടെ എക്സ്പ്ലനേഷൻസ് ആണ്. ഈ ചാപ്റ്റർ ലാസ്റ്റ് വരെ നമ്മൾ പഠിക്കുന്നത് ഈ കമ്പോണന്റുകളാണ്. ഈ കമ്പോണന്റിനെയാണ് നമ്മൾ ഓരോന്നിനും പ്രത്യേകം വിശദമായിട്ട് പഠിക്കുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? പറഞ്ഞത് മനസ്സിലായോ? ട്രാൻസ്ഫർ എന്ന് പറയുമ്പോൾ രണ്ട് ടൈപ്പ് ഉണ്ട്. ട്രാൻസ്ഫർ ചെയ്യുന്നതിന്റെ പർപ്പസ് എന്താണ്? ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. നമ്മൾ പഠിച്ചത് ഒരു സേഫ് ട്രാൻസ്ഫറിനുണ്ട് ഉൾപ്പെടുന്ന കമ്പോണൻസുകൾ എന്തൊക്കെയാണ്. ഈ മൂന്ന് കാര്യങ്ങളാണ് നമ്മളെ ഇൻട്രൊഡക്ഷനിൽ മാത്രമായിട്ട് പഠിച്ചിട്ടുള്ളത്. ഒന്ന് വായിച്ചു നോക്കിയേ, നിങ്ങൾ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയേ. ഓക്കെ ഷാനി, കുഴപ്പമില്ല. കുറച്ചധികം ലേറ്റ് ആയിപ്പോയില്ല. ഞാന് ഷാനിനെ കണ്ടില്ലല്ലോ എന്ന് ആലോചിക്കായിരുന്നു. പിന്നെ ഇന്നിപ്പോ നോമ്പൊക്കെ സ്റ്റാർട്ട് ചെയ്തല്ലോ അല്ലെ? നോമ്പ് സ്റ്റാർട്ട് ചെയ്തില്ലേ? ഭയങ്കര ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്ന അറിയാം. പിന്നെ നല്ല എനിക്കൊന്ന് വൈകുന്നേരമൊക്കെ നല്ല അത്യാവശ്യം പണികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ? വൈകിട്ട് ഫുഡൊക്കെ പ്രിപ്പയർ ചെയ്യണ്ടേ? നല്ല പണികൾ ഉണ്ടാവും. ഒരു കാര്യം ചെയ്താൽ മതി, അടുക്കളയിൽ കൊണ്ടുവന്ന് വെച്ചാൽ മതി കേട്ടാ.
അടുക്കളയിൽ കൊണ്ടേ വെച്ചാൽ മതി. അതായത് നിങ്ങൾ വീഡിയോ ഓഫ് ചെയ്തിട്ടില്ലേ, ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ക്ലാസ് കേട്ടിരുന്നാൽ മതി, നിങ്ങളുടെ പണികൾ നടന്നോട്ടെ, അതിനു വേണ്ടി ഇരിക്കണ്ട കേട്ടോ. ക്ലാസ് കേട്ടുകൊണ്ട് പണിയെടുത്താൽ മതി. പിന്നെ എന്ന് പറയുമ്പോ നിങ്ങൾ അത്യാവശ്യം കഴിവുള്ള കുട്ടികളാണ്, നമ്മളെ മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരല്ലേ, ഒരേ സമയം ഒരുപാട് കാര്യങ്ങളൊക്കെ മാനേജ് ചെയ്ത് പോകുന്നതല്ലേ. അപ്പൊ ഓക്കെ, സലീന അങ്ങനെ ചെയ്യുന്നത്, അതൊന്നും കേൾക്കാം. നിങ്ങളുടെ പണികൾ അതോടൊപ്പം ഇതൊക്കെ ചേർത്തിട്ട് കേൾക്കുമ്പോ കോൺസെൻട്രേഷനോട് കൂടി കേൾക്കണം കേട്ടോ. അങ്ങനെയൊക്കെ നമ്മൾ സ്ട്രഗിൾ ചെയ്തും കഷ്ടപ്പെട്ടൊക്കെ പഠിക്കുമ്പോഴാണ് നമുക്ക് കിട്ടുന്ന സർട്ടിഫിക്കറ്റിന് വലിയൊരു വാല്യൂ നമുക്ക് തോന്നുന്നു അല്ലേ. ഓക്കെ 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 ഫർസാന. പകുതി പണി മോർണിംഗ് ശരി, പകുതി പണി ബാക്കി. ഓക്കെ ഓക്കെ. നമ്മൾ ഒറ്റയ്ക്കാണെങ്കിൽ കുഴപ്പമില്ലല്ലോ, നമ്മുടെ വീട്ടിലെ മെമ്പേഴ്സ് ഉണ്ടാവുമ്പോൾ അവർക്കൊക്കെ ഫുഡ് ഒരുക്കി കൊടുക്കേണ്ട ഒരു റെസ്പോൺസിബിലിറ്റി നമുക്ക് ഉണ്ടാവുമല്ലോ. പ്രത്യേകിച്ച് നോക്കുന്ന സമയത്താണ് നമ്മൾ ഓൾറെഡി ക്ഷീണിതരാണ്, അതിന്റെ ഇടയിൽ കൂടെ പണിയും എടുക്കണം, നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ അല്ലേ നമുക്കേ അറിയുള്ളൂ, ഇത് മറ്റാർക്കും പറയാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ കൂടെ പഠിക്കാൻ സമയം കണ്ടെത്തുന്ന കാര്യത്തിന് ഞാൻ അത് അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരിക്കലും എന്താ പറയാ, അതൊന്നും പറയാനില്ല. അതിന്റെ ഇടയിൽ കൂടെ ഒക്കെ പണിയെടുത്തും പഠിക്കുന്നതൊക്കെ. ഓക്കെ 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 ഫർസാന, ഓക്കെ കുഴപ്പമില്ല. നമ്മൾ അങ്ങനെയൊക്കെ നേരിടുമ്പോഴാണ് നമ്മള് എന്താ പറയാ, നമ്മൾക്ക് ഇതൊക്കെ ഇങ്ങനെയുള്ള സ്ട്രഗിളൊക്കെ നമ്മൾ കടന്നിട്ടേ നമ്മള് എത്തൂലോ, സക്സസ് ആവൂലോ. അതാണ് നമുക്കൊരു സെൽഫ് സാറ്റിസ്ഫാക്ഷൻ തോന്നും അല്ലെ. അതാണ്. അപ്പൊ നിങ്ങൾ കോൺവെക്കേഷൻ ഒക്കെ വരുമ്പോ എന്താണ് നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സ് ഒക്കെ അപ്പൊ അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രയും സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇതൊക്കെ പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റ് ഒക്കെ നേടിക്കുന്നത് അല്ലെ. അപ്പൊ അതിന്റെ വാല്യൂ വലുതല്ലേ. നമുക്കറിയാം, നമുക്ക് അവിടെ പഠിപ്പിക്കുമ്പോ എല്ലാവരുടെ അവസ്ഥ നമുക്കറിയാം, ഏതൊക്കെ അവസ്ഥകളിലൂടെ പോയിട്ടാണ് ഓരോരുത്തര് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതും ഒക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതൊന്നും കുഴപ്പമില്ല, നമ്മുടെ അടുക്കളയിൽ ഇത് വെച്ചാൽ മതി കേട്ടോ. ഓക്കെ മനസ്സിൽ എല്ലാം പറയണം, സെറമണിക്ക് വരുമ്പോ നിങ്ങളുടെ എക്സ്പീരിയൻസ് കാര്യങ്ങൾ പറയണം എന്നാണ് ഞാൻ പറയുന്നത്. ഇണ്ടാതിരിക്കരുത്, പറയണം. കാര്യം എന്താന്ന് വെച്ചാൽ നമ്മൾ ചെയ്യുന്ന സ്ട്രഗിൾ എന്താണെന്നുള്ളത് പുറത്തെ ആളുകൾക്ക് അറിയില്ല. അത് നമ്മൾ അത് ആരും അറിയാനും ശ്രമിക്കാറില്ല. നമ്മൾ എന്ത് ചെയ്യണം, പറഞ്ഞറിയിക്കണം. അതാണ് വേണ്ടത്. പറഞ്ഞറിയിക്കുന്ന നമ്മളെ സ്വയം പുകഴ്ത്തുന്നതിന് വേണ്ടിയിട്ടാണ്. നമ്മൾ ഇത്രയൊക്കെ സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഇത് നേടിയെടുത്തതെന്നുള്ളത് കുറച്ചെങ്കിലും ആളുകൾ അറിയണം അല്ലെ. അതിന് വേണ്ടിയിട്ട് നമ്മൾ പറയണം. ചിലപ്പോഴൊക്കെ നമ്മൾ മിണ്ടാതിരുന്ന് കഴിഞ്ഞാൽ എല്ലാവർക്കും തോന്നുന്ന ഒരു കാര്യമാണ്. ഇപ്പൊ വീട്ടിലെ പണികളൊക്കെ എടുക്കുമ്പോൾ എല്ലാവർക്കും എത്ര പണി, വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് എന്താ പണി എന്നൊക്കെ ചോദിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. ശരി, വീട്ടിലെ പണി ചെയ്യാനാണ് ഏറ്റവും ബുദ്ധിമുട്ട്. നമ്മള് ശരിക്കും ആരും പറഞ്ഞ പോലെ ഏറ്റവും വലിയ നരകം ശരി നമ്മുടെ അടുക്കളയാണ് പറയുന്നത്. അവിടെ ഒതുങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കൊന്നും ഉണ്ടാവില്ല. പക്ഷെ അതിൽ നിന്നൊക്കെ സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വരണം. ഞാനൊക്കെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പോഴാണ് ഞാനൊരു ജോലിക്ക് കയറുന്നതും നിങ്ങളുടെ മുമ്പിലൊക്കെ വന്നിങ്ങനെ പറയാൻ പറ്റുന്ന ഒരു കണ്ടീഷനിലേക്ക് എത്താൻ ഞാൻ ഒരുപാട് വർഷങ്ങൾ സ്ട്രഗിൾ ചെയ്തിട്ടാണ് എനിക്ക് ഇവിടെ വന്നിരിക്കാൻ പറ്റിയത്. കാരണം എന്റെ ഉള്ളിലൊരു പാഷൻ ഉണ്ട്, ആഗ്രഹങ്ങളുണ്ട്. കുറെ ഒന്നും നടന്നിട്ടേ ഇല്ല. ഞാൻ കുറെ പേർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്തു. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ സമയം നമുക്ക് തിരിച്ചു കിട്ടില്ലല്ലോ. അപ്പൊ കുറച്ചും കൂടെ ഒത്തിരി സ്വപ്നങ്ങള് ആഗ്രഹങ്ങളൊക്കെ നിങ്ങളെ പോലെ തന്നെ എനിക്കുണ്ടായിരുന്നു. പക്ഷെ എന്താണ്, ഇത് നടന്നിട്ടില്ല. നടന്നിട്ടില്ല, ഇങ്ങനെ വന്നിരിക്കാൻ പറ്റിയതിന് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കണ്ടത്. എനിക്കറിയാം നിങ്ങളുടെ സ്ട്രഗിൾ എന്താണെന്നുള്ളത് പറയണം കേട്ടോ. ഫുൾ സപ്പോർട്ടായിട്ട് നമ്മളെല്ലാവരും ഉണ്ടായിരിക്കും. അത് പറയണം, അത് പറയുമ്പോൾ അതൊക്കെ കേൾക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുന്നത്. അതുകൊണ്ടാണ് കേട്ടോ. ഓക്കെ, അപ്പോ പണിയൊക്കെ നടന്നുകൊണ്ട് ക്ലാസ് കേട്ടിരിക്കാം കേട്ടോ. അപ്പൊ നമുക്ക് അടുത്തത് ഡെഫിനീഷൻ നോക്കാം. ഡെഫിനീഷൻ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഡയറക്റ്റ് ചോദിക്കാം, അതുകൊണ്ട് അതൊന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. എന്താണ് ട്രാൻസ്ഫർ എന്നാണ് പറയുന്നത്. ട്രാൻസ്ഫർ ഈസ് ഡിഫൈൻഡ് ആസ് preparing patients, completing requisite records, and shifting patients to another department within the hospital or to another hospital. That is called transfer. Okay, simple. Transfer is defined as preparing patients, completing requisite records, and shifting patients to another department within the hospital or to another hospital. സിമ്പിൾ ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞു. അതായത് ആവശ്യമായിട്ടുള്ള റെക്കോർഡുകളൊക്കെ തയ്യാറാക്കി പേഷ്യൻസിനെയൊക്കെ തയ്യാറാക്കി നമ്മളൊരു പേഷ്യൻസിനെ ഒരു സ്ഥലത്ത് നിന്ന് ചിലപ്പോൾ ഒരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വേറൊരു ഡിപ്പാർട്ട്മെന്റിലോട്ടാവാം, അല്ലെങ്കിൽ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ടാവാം, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ നിന്ന് നമ്മൾ വീട്ടിലോട്ടാവാം അല്ലെ. അങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ട്രാൻസ്ഫർ എന്ന് പറയുന്നത്.
ഓക്കെ, ക്ലിയർ, സിമ്പിൾ ആണ്, അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. ഇനി പർപ്പസ്, വാട്ട് ഇസ് ദ പർപ്പസ് ഓഫ് ട്രാൻസ്ഫർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ്. ഇതിന്റെ പർപ്പസ് എന്ന് പറഞ്ഞ അവിടെ ഒരു 5 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും 5 പോയിന്റും പറയുന്നത് ഒരേ ഒരു കൺസെപ്റ്റ് ആണ്, ടു മെയിൻറ്റെയിൻ ദ കണ്ടിന്യൂറ്റി ഓഫ് മെഡിക്കൽ കെയർ. അത്രയേ ഉള്ളൂ, മെഡിക്കൽ കെയറിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പുവരുത്താം, അത് തന്നെയാണ് അതിന്റെ ആൻസർ. പക്ഷെ ഒരു 5 പോയിന്റുകളായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ ഇതാണ്, ടു ഗെറ്റ് നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ അല്ലെ, അതായത് ആവശ്യമായിട്ടുള്ള ഡയഗ്നോസ്റ്റിക് ടെസ്റ്റുകളും പ്രൊസീജിയറും ലഭിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ഒരേ അർത്ഥം തന്നെയാണ് അല്ലെ. അതുപോലെ തന്നെ എന്താണ്, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ അല്ലെ, അവർക്ക് നല്ലൊരു ട്രീറ്റ്മെന്റ് കിട്ടാൻ അല്ലെങ്കിൽ ഒരു നഴ്സിംഗ് പരിചരണം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ. പിന്നെ എന്തിനാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്, ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ അല്ലെ, ഒരു സ്പെഷ്യലൈസ്ഡ് പരിചരണം പ്രൊവൈഡ് ചെയ്യാൻ അല്ലെ, ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ. പിന്നെ അടുത്തത് എന്താണ്, ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ്. എന്താണ്, ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസ്. അതായത് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും, അപ്പൊ സ്റ്റാഫുകളായിക്കോട്ടെ സേവനങ്ങളായിക്കോട്ടെ, നമുക്ക് എന്താണ് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സുകളെയും ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ പ്രയോജനപ്പെടുത്താൻ. എന്തിനു വേണ്ടിയിട്ടാണ്, പേഷ്യന്റിന് നല്ലൊരു പരിചരണം കൊടുക്കാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ലഭ്യമായിട്ടുള്ള എല്ലാ റിസോഴ്സസും, സ്റ്റാഫുകളായിക്കോട്ടെ സർവീസസുകളായിക്കോട്ടെ, എല്ലാ റിസോഴ്സുകളും ഏറ്റവും മാക്സിമം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെ, യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവർക്ക് നല്ല പരിചരണം കൊടുക്കാനായിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട് അല്ലെ. പിന്നെ അടുത്ത എന്താണ്, ടു മാച്ച് ദ സിവിയറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ ദ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. അതാണ് to match the severity of nursing care based on patient's level of needs and problems. അതായത് പേഷ്യന്റിന്റെ ആവശ്യകതകള്, അവരുടെ പ്രശ്നങ്ങള്, അതിനെയെല്ലാം എന്താണ് കണക്കിലെടുത്തുകൊണ്ട് അവർക്ക് വളരെ സിവിയർ ആയിട്ടുള്ള നല്ലൊരു നഴ്സിംഗ് പരിചരണം പ്രൊവൈഡ് ചെയ്യുന്നതിന് കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന പേഷ്യൻസിനെ ട്രാൻസ്ഫർ ചെയ്യുന്നത്. സത്യത്തിൽ ഇങ്ങനെ പോയിന്റുകളായിട്ട് വെറുതെ പറഞ്ഞത് മാത്രമേ ഉള്ളൂ, നമുക്കറിയാം എന്താണ് പേഷ്യന്റ് നല്ല പരിചരണം കിട്ടുക എന്ന് മാത്രമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പോയിന്റ് ആയിട്ട് എടുത്തെടുത്ത് പറയുന്നത് മാത്രം കേട്ടോ. ടു ഗെറ്റ് ദ നെസസറി ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് ആൻഡ് പ്രൊസീജിയർ, ടു പ്രൊവൈഡ് ട്രീറ്റ്മെന്റ് ആൻഡ് നഴ്സിംഗ് കെയർ, ടു പ്രൊവൈഡ് സ്പെഷ്യലൈസ്ഡ് കെയർ, ടു പ്ലേസ് ദ മോസ്റ്റ് സ്യൂട്ടബിൾ യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ പേഴ്സണൽ ആൻഡ് സർവീസസ്, ടു മാച്ച് ദ സിവിയറിറ്റി ഓഫ് നഴ്സിംഗ് കെയർ ബേസ്ഡ് ഓൺ പേഷ്യൻസ് ലെവൽ ഓഫ് നീഡ്സ് ആൻഡ് പ്രോബ്ലംസ്. ഓക്കെ, ക്ലിയർ ആയല്ലോ പറഞ്ഞത്, പർപ്പസ് മനസ്സിലായല്ലോ. ഇനി നമുക്ക് പഠിക്കാനുള്ളത് ടൈപ്സ് ഓഫ് ട്രാൻസ്ഫർ ഓഫ് ദ പേഷ്യന്റ് ആണ് കേട്ടോ. ഓൾറെഡി നമ്മൾ പഠിച്ചതാണ്, പറഞ്ഞത് തന്നെയാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. അതായത് എന്താണ്, 2 ടൈപ്പ് ട്രാൻസ്ഫർ ആണ് ഉള്ളത്. ഇതൊക്കെയാണ്, ഒന്ന് ഇന്റേണൽ ട്രാൻസ്ഫർ, സെക്കൻഡ് വൺ എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഇതൊക്കെയാണ് ഇന്റേണൽ ട്രാൻസ്ഫറും എക്സ്റ്റേണൽ ട്രാൻസ്ഫറും. എന്താണ് ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ, അതിന് വേറൊരു പേരും കൂടെ പറയും, എന്തായിരുന്നു, ഇൻട്രാ ഹോസ്പിറ്റൽ ട്രാൻസ്ഫർ എന്ന് പറയും. ഓക്കെ, അപ്പൊ നോക്കൂ, ടു ട്രാൻസ്ഫർ ദ പേഷ്യന്റ് ഇൻ എ യൂണിറ്റ് that to provide special care or care suited to his requirements. Example, from the general ward to ICU. അവിടെ കുറച്ചുകൂടെ ബെറ്റർ ആക്കിയിട്ട് നമുക്ക് ഇത് പറയാം. It is the transfer of patients from one unit to another unit within the same hospital. അങ്ങനെ എടുത്ത് തന്നെ പറയണം കേട്ടോ. Within the same hospital എന്ന് പറഞ്ഞാൽ മാത്രമാണ് അവിടെ ആൻസർ കറക്റ്റ് ആവുക. ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു യൂണിറ്റിന് വേറൊരു യൂണിറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാമെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ഹോസ്പിറ്റലിൽ നിന്ന് വേറെ ഹോസ്പിറ്റലിൽ വേറെ യൂണിറ്റിലോട്ടും അങ്ങനെയും ചിന്തിക്കാം. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ എന്ത് പറയണം, വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് കണ്ടാൽ അത് ഇന്റേണൽ ട്രാൻസ്ഫർ ആണ്. അതുകൊണ്ട് തന്നെ എക്സാമ്പിളിൽ നിങ്ങൾ ഒരു കാര്യം എഴുതി ചേർക്കണം, ഫ്രം ജനറൽ വാർഡ് ടു ICU എന്ന് മാത്രമേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ കൂടെ എഴുതി ചേർക്കണം, ഫ്രം ജനറൽ വാർഡ് ടു ICU വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് എഴുതി ചേർക്കണം കേട്ടോ. വിത്തിൻ ദ ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞ അതേ ഹോസ്പിറ്റലിനകത്തെ ജനറൽ വാർഡിൽ നിന്ന് ICUവിലോട്ട് ഒരു പേഷ്യന്റ് ട്രാൻസ്ഫർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിന് എന്ത് പറയാം, ഇന്റേണൽ ട്രാൻസ്ഫർ എന്ന് പറയാം. അങ്ങനെ പറയുമ്പോഴാണ് ആ കറക്റ്റ് ആവുള്ളൂ, അല്ലെങ്കിൽ വേറെ ഹോസ്പിറ്റൽ ആണോ എന്ന് വരെ നമുക്ക് കൺഫ്യൂഷൻ തോന്നാം കേട്ടോ. അടുത്തതാണ് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. എക്സ്റ്റേണൽ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ് ഫ്രം one hospital to another hospital. എന്തിനു വേണ്ടിയിട്ടാണ്, for the purpose of special care. അല്ലേ, for the purpose of
സ്പെഷ്യൽ കെയർ. എക്സാമ്പിൾ നോട്ട് ചെയ്ത് വെച്ചോ. ഫ്രം ജനറൽ ഹോസ്പിറ്റൽ ടു സ്പെഷ്യലൈസ്ഡ് ഹോസ്പിറ്റൽ, ദാറ്റ് മീൻസ് ക്യാൻസർ സെന്റർ. ആ എക്സാമ്പിൾ കേൾക്കുമ്പോൾ നമുക്കറിയാലോ, ജനറൽ ഹോസ്പിറ്റലിൽ നിന്നും ക്യാൻസർ സെന്ററിലോട്ട് ഒരു രോഗിയെ ട്രാൻസ്ഫർ ചെയ്യാൻ പറയുന്നത് രണ്ട് വ്യത്യസ്ത ഹോസ്പിറ്റലുകളാണ്. അപ്പൊ ആ എക്സാമ്പിൾ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഇത്രയും ഭാഗങ്ങളൊക്കെയാണോ നിങ്ങൾക്ക്? ഓക്കെ അല്ലേ? ഓക്കെ, ശരി. നെക്സ്റ്റ് കേട്ടോ, അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി. ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി എന്ന് പറയുന്നത് എന്താ? ഇന്റേണൽ ട്രാൻസ്ഫറിനെ പറ്റിയാണ് പറയുന്നത് അല്ലെ. നമ്മളൊരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ തന്നെ നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ ഒരു വാർഡിൽ നിന്നും ഐസിയുലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അതേ ഹോസ്പിറ്റലിൽ തന്നെ വാർഡിലുള്ള ഒരു പേഷ്യന്റിനെ നമ്മൾ ഐസിയുലോട്ട് ട്രാൻസ്ഫർ ചെയ്യാണ്. അപ്പൊ അതിന് നമ്മൾ ഇന്റേണൽ ട്രാൻസ്ഫർ എന്നല്ലേ പറയാം. അങ്ങനെ ഒരു പേഷ്യന്റിനെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതിൽ ചില ഫോർമാലിറ്റീസ് ഉണ്ട്. നമ്മൾ വെറുതെ അങ്ങനെ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. ഒരു ഇന്റേണൽ ട്രാൻസ്ഫർ നടത്തുമ്പോൾ ചെയ്യേണ്ട കാര്യങ്ങള് അല്ലെങ്കിൽ ഫോർമാലിറ്റീസ് എന്തൊക്കെയാണ്? അതൊന്നും കാണാപ്പാടൊന്നും പഠിക്കേണ്ട, വായിച്ച എളുപ്പം മനസ്സിലാക്കാവുന്ന കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത് കേട്ടോ. എന്തൊക്കെയാന്ന് നോക്കിയേ. ഒന്നാമത്തെ കാര്യം നോക്കിയേ, ചെക്ക് ദ ഡോക്ടേഴ്സ് ഓർഡർ ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് പേഷ്യന്റ്. എ റിട്ടേൺ ഡിക്ലറേഷൻ ഈസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഒന്നാമത്തെ കാര്യം എന്ത് ചെയ്യണമെന്ന് അറിയോ? നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഡോക്ടറുടെ ഓർഡർ ആവശ്യമാണ്. ഡോക്ടറുടെ ഓർഡർ ഉണ്ടെങ്കിൽ മാത്രമേ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് ആകൂ. അതുകൊണ്ട് പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഡോക്ടറുടെ ഓർഡർ ചെക്ക് ചെയ്യുക. കാര്യം എന്താണ്? റിട്ടേൺ ഡിക്ലറേഷൻ ഇസ് റിക്വയർഡ് ഫ്രം ദ ഡോക്ടർ. ഒരു ഡോക്ടറുടെ രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ അതിന് ആവശ്യമാണ്. ഇത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണമെങ്കിൽ അവർ ചികിത്സിക്കുന്ന ഡോക്ടറുടെ രേഖാമൂലമുള്ള റിട്ടേൺ, ഓറൽ ഒരു കൺഫർമേഷൻ അല്ല, രേഖാമൂലമുള്ള ഒരു ഡിക്ലറേഷൻ ആവശ്യമാണ്. ഓക്കെ, പിന്നെ അടുത്തത് എന്താണ്? ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. ഇന്റിമേറ്റ് ദ പേഷ്യന്റ് ആൻഡ് റിലേറ്റീവ്സ് ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. അതുപോലെ തന്നെ നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം അവരുടെ റിലേറ്റീവ്സിനോടും പേഷ്യന്റിനോടും നമ്മൾ ഇന്റിമേറ്റ് ചെയ്യണം. അവരുടെ അടുത്ത് നമ്മൾ ഇൻഫോം ചെയ്യണം. എന്തിനു വേണ്ടിയിട്ടെന്നറിയോ? ടു ബി ഫ്രീ ഫ്രം ആൻസൈറ്റി. നമ്മൾ പെട്ടെന്ന് ഇപ്പൊ ചെന്ന് പെട്ടെന്ന് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യണം എന്ന് പറയുമ്പോൾ അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഒരു ആൻസൈറ്റി തോന്നാം. എന്തുകൊണ്ടാണോ എന്നെ പെട്ടെന്ന് ഇതിനെ ട്രാൻസ്ഫർ ചെയ്യണേ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നൊരു ടെൻഷൻ തോന്നാം. അപ്പൊ അങ്ങനെ ഒരു ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യം, എന്തിനു ട്രാൻസ്ഫർ ചെയ്യുന്നു, എന്തുകൊണ്ടാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്ന് നമ്മൾ അവരുടെ അടുത്ത് ഇന്റിമേറ്റ് ചെയ്തിരിക്കണം. അപ്പൊ അങ്ങനെ വരുമ്പോ എന്താണ്, പല ആൻസൈറ്റി അവിടെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും. ഓക്കെ, പിന്നെ അടുത്തെന്താണ്? ഇന്റിമേറ്റ് ദ വാർഡ് സിസ്റ്റം വേർ ദ പേഷ്യന്റ് ഈസ് ട്രാൻസ്ഫേർഡ്. അതുപോലെ ഇപ്പൊ വാർഡിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ നമ്മള്, അതായത് ഒരു അഡ്മിറ്റഡ് പേഷ്യന്റ് ആണെങ്കിൽ സ്വാഭാവികമായിട്ട് ഒരു വാർഡിലോ റൂമിലോ ആയിരിക്കും അവർ ഉണ്ടായിരിക്കും. അപ്പൊ ഒരു വാർഡിലാണെങ്കിൽ വാർഡ് സിസ്റ്ററിനോട് വിവരം പറയാം. വാർഡില് റെസ്പോൺസിബിൾ ആക്കി ഇൻചാർജ് ഒരു സിസ്റ്ററിനോട്, നഴ്സിനോട് ഇന്റിമേറ്റ് ചെയ്യുക. ഈ ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യണം, എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം വാർഡ് സിസ്റ്ററിനോട് ഇന്റിമേറ്റ് ചെയ്യുക. ഓക്കെ, പിന്നെന്താണ്? ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൻ. അതാണ് ചെക്ക് ദ ചാർട്ട് ഫോർ ദ കംപ്ലീറ്റ് റെക്കോർഡിംഗ് ഓഫ് ഇമ്പോർട്ടൻറ്റ് സയൻസ്, നഴ്സിംഗ് കെയർ ആൻഡ് ട്രീറ്റ്മെന്റ് ഗിവൻ. ഏത് ചാർട്ടിനെ പറ്റി ഇവിടെ പറയുന്നത്? ഹെൽത്ത് ചാർട്ട് കേട്ടോ. ഹെൽത്ത് റെക്കോർഡ്, മെഡിക്കൽ റെക്കോർഡ് എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ? ആ സംഭവമാണ് കേട്ടോ. ചെക്ക് ദ ചാർട്ട്. ആ ഒരു ഹെൽത്ത് ചാർട്ട് ചെക്ക് ചെയ്യുക. എന്തിനു വേണ്ടിയിട്ടാണ്? പ്രധാനപ്പെട്ട സൈനുകള്, നഴ്സിംഗ് പരിചരണങ്ങള്, കൊടുത്തിട്ടുള്ള ട്രീറ്റ്മെന്റ്സുകൾ എല്ലാം തന്നെ അതിൽ കൃത്യമായിട്ട് എൻട്രി ചെയ്തിട്ടുണ്ടോ, റെക്കോർഡ് പൂർണ്ണമായിട്ടും റെക്കോർഡ് ചെയ്തിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് ഹെൽത്ത് ചാർട്ട് ചെക്ക് ചെയ്തിരിക്കണം അല്ലെ. അല്ലാതെ നമ്മൾ വെറുതെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റില്ല. നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് മുമ്പ് ഡോക്ടറുടെ സാങ്ഷനും കാര്യങ്ങളൊക്കെ വേണം, പ്രധാനപ്പെട്ട സൈനുകൾ വേണം, സിഗ്നേച്ചറുകൾ വേണം, അവർക്ക് എന്തൊക്കെ നഴ്സിംഗ് പരിചരണങ്ങൾ കൊടുത്തിട്ടുണ്ടോ അതിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ വേണം, എന്തൊക്കെ ട്രീറ്റ്മെന്റുകൾ അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള കംപ്ലീറ്റ് ആയിട്ട് എല്ലാ റെക്കോർഡിങ്ങുകളും അത് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്താൻ ആ ചാർട്ട് ചെക്ക് ചെയ്തിരിക്കണം. അങ്ങനെ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യണം? വാങ്ങിയിരിക്കണം. ഓക്കെ, പിന്നെ പറയുന്നത് എന്താണ്? gather the patient's X-ray, medicine and other belongings.
അതെ, അതായത് ഇപ്പോ പേഷ്യന്റിന്റെ എക്സ്റേയോ അല്ലെങ്കിൽ അവരുടെ മെഡിസിൻസ്, മറ്റവരുടെ ബിലോങ്ങിങ്സ് മീൻസ് അവരുടെ വസ്തുക്കളും സാധനങ്ങളും എല്ലാം തന്നെ കളക്ട് ചെയ്യാം. കാര്യം അവരെ നമ്മൾ അവിടെ നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യില്ലേ. അപ്പൊ എന്ത് ചെയ്യണം, അവരുടെ മെഡിസിൻസ് ആയിക്കോട്ടെ, അവരെന്തെങ്കിലും എക്സ്റേയോ മറ്റെന്തെങ്കിലും സ്കാനിങ്ങിന്റെ കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ മറ്റു ബിലോങ്ങിങ്സും മറ്റും ഗ്യാദർ ചെയ്യാം അല്ലെ, കളക്ട് ചെയ്യാം. പിന്നെന്താണ്, കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ്. കോൾ ഓഫ് മീൻസ് എന്താണ്, സ്റ്റോപ്പ് ചെയ്യാനുള്ള അർത്ഥമാണ്. ഒരു വാർഡിലുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ അവർക്കുള്ള ഭക്ഷണങ്ങള് ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വാർഡിലേക്കായിരിക്കും അവർക്കുള്ള ഫുഡ് വന്നിട്ടുണ്ടാവുക. പക്ഷെ നമ്മൾ ആ പേഷ്യന്റിനെ മാറ്റുകയാണ്, വാർഡിൽ നിന്ന് ചിലപ്പോൾ ഐസിയുലോട്ടാണ് മാറ്റുന്നതെങ്കിൽ ഉടനടി നമ്മൾ ഡയറ്ററി ഡിപ്പാർട്ട്മെന്റിലോട്ട് കൂടെ വിളിച്ചു പറയണം, വാർഡിലേക്കുള്ള ആ സർവീസ് സ്റ്റോപ്പ് ചെയ്തിട്ട് ഇനി എവിടേക്കാണോ നമ്മൾ പേഷ്യന്റിനെ ഷിഫ്റ്റ് ചെയ്യുന്നത് അങ്ങോട്ടേക്ക് ആ ഒരു സർവീസ് ഡയറക്റ്റ് ചെയ്യാനായിട്ട് അവരോട് വിളിച്ചു പറയണം. ഓക്കെ, സ്വാഭാവികമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. സോ കോൾ ഓഫ് ദ ഹോസ്പിറ്റൽ ഡയറ്റ് ഓർ ട്രാൻസ്ഫർ ടു ദ ന്യൂ വാർഡ് ദ പേഷ്യന്റ് ഇസ് ഗോയിങ്. പേഷ്യന്റ് പോകുന്ന പുതിയ വാർഡിലൂടെ സർവീസുകൾ ഡയറക്റ്റ് ചെയ്യാനായിട്ട് അവരോട് വിളിച്ചു പറയണം. ഓക്കെ, അതാണ് അവിടെ പറയുന്നത്. പിന്നെന്താണ്, എയ്ഡ് ദ റിലേറ്റീവ്സ് ടു ഗ്യാദർ അതർ ബിലോങ്ങിങ്സ്. അതുപോലെ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട മറ്റു ബിലോങ്ങിങ്സുകളൊക്കെ കളക്ട് ചെയ്യാനായിട്ട് അവരുടെ റിലേറ്റീവ്സിനെ സഹായിക്കാം. അവരുടെ ഇൻഷുറൻസ് സംബന്ധമായിട്ടുള്ള വല്ല പേപ്പേഴ്സോ കാര്യങ്ങളോ അല്ലെങ്കിൽ ഇപ്പൊ അവർ ഉപയോഗിച്ചിട്ടുള്ള വസ്ത്രങ്ങളോ അല്ലെങ്കിൽ അവരുടെ എന്തെങ്കിലും വസ്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ, അങ്ങനെ പ്രത്യേകിച്ച് ഉദ്ദേശിക്കുന്ന അവരുടെ ഡോക്യുമെന്റ്സ്. അപ്പൊ അതൊക്കെ കളക്ട് ചെയ്യാനായിട്ട് ഗ്യാദർ ചെയ്യാനായിട്ട് ഈ പറയുന്ന പേഷ്യന്റിന്റെ റിലേറ്റീവ്സിനെ സഹായിക്കാം. ഓക്കെ, അവരെ ഹെൽപ്പ് ചെയ്യാം. പിന്നെന്താണ്, മേക്ക് അറേഞ്ച്മെന്റ് ടു പേ ഓഫ് ഡ്യൂ ബിൽസ് ഇഫ് ഗോയിങ് ടു അനദർ ഹോസ്പിറ്റൽ. ഇപ്പൊ പേഷ്യന്റ് പോകുന്നത് ആ ഹോസ്പിറ്റലിൽ വിട്ട് വേറൊരു ഹോസ്പിറ്റലിലോട്ടാണ് പേഷ്യന്റ് പോകുന്നതെങ്കിൽ എന്ത് ചെയ്യണമെന്നറിയോ, ഈ പറയുന്ന ഡ്യൂ ബിൽസുകളൊക്കെ പേ ചെയ്തിരിക്കണം. ഏതെങ്കിലും ബില്ലുകൾ അവര് പേ ചെയ്യാൻ പെൻഡിങ് ഒക്കെ ആ ഹോസ്പിറ്റലിൽ ഉണ്ടെങ്കിൽ അത് പേ ചെയ്യാനുള്ള അറേഞ്ച്മെന്റ്സുകൾ അവർക്ക് ചെയ്തു കൊടുക്കണം. കാര്യം ബില്ലുകൾ എന്തെങ്കിലും ഡ്യൂ ഉണ്ടെങ്കിൽ അതൊക്കെ പേയ്മെന്റ് ചെയ്തിട്ട് വേണം അവരെ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് കേട്ടോ. അതാണ് അവിടെ പറയുന്നത്, മേക്ക് അറേഞ്ച്മെന്റ് to pay off the due bills if going to another hospital. Okay. അടുത്തത് റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ് കേട്ടോ. അതുപോലെ നമ്മൾ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്നു, ആ ഹോസ്പിറ്റലിനകത്തായാലും വേറെ ഹോസ്പിറ്റലിലോട്ടാണെങ്കിൽ എങ്ങനെയാണെങ്കിലും നമ്മൾ ആ പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുന്ന ടൈം നമ്മൾ റെക്കോർഡ് ചെയ്ത് വെക്കണം. മോഡ് ഓഫ് ട്രാൻസ്ഫർ, ഏത് രീതിയിലാണ് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, എങ്ങനെയാണ് അവരെ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതുപോലെ അവരുടെ കണ്ടീഷൻ, ആ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്തുള്ള ആ പേഷ്യന്റിന്റെ ജനറൽ കണ്ടീഷൻ എന്താണ്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് അവിടെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കണം കേട്ടോ. അതാണ് അവിടെ പറയുന്ന റെക്കോർഡ് ടൈം, മോഡ് ഓഫ് ട്രാൻസ്ഫർ ആൻഡ് ജനറൽ കണ്ടീഷൻ ഓഫ് ദ പേഷ്യന്റ്. അടുത്ത പോയിന്റ്, അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് റിസ്ക് പേഷ്യൻസ് ടു ദ വീൽ ചെയർ ഓർ സ്ട്രക്ചർ ആൻഡ് ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യൻസ് ടു ദ ന്യൂ ഏരിയ. അതുപോലെ ചില റിസ്കി ആയിട്ടുള്ള പേഷ്യൻസ് ഉണ്ടാവും, ഇപ്പൊ നടക്കാനൊന്നും പറ്റാതെ ഫുൾ കിടപ്പിലായിട്ടുള്ള അങ്ങനെയൊക്കെയുള്ള രോഗികൾ ഉണ്ടാവില്ലേ. അപ്പൊ അത്തരം രോഗികളെ വീൽ ചെയറിലോട്ട് അല്ലെങ്കിൽ സ്ട്രക്ചറിലൊക്കെ വേണം നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് അല്ലെ. അപ്പൊ അങ്ങനെയുള്ള രോഗികളെ വീൽ ചെയറിലോട്ടും സ്ട്രക്ചറിലോട്ടും ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കാം, അവരെ ഹെൽപ്പ് ചെയ്യാം. അതോടൊപ്പം ഏത് പുതിയ ഏരിയയിലോട്ട് അവർ പോകുമ്പോൾ അവരോടൊപ്പം പോകാന്നുള്ളത് ഒരു ഉത്തരവാദിത്വമാണ്. ഗോയിങ് അലോങ് വിത്ത് ദ പേഷ്യന്റ് ടു ദ ന്യൂ ഏരിയ, പുതിയ ഏരിയയിലോട്ട് അവരോടൊപ്പം പോകുക എന്നുള്ളത് അതിന്റെ ആ ഒരു പ്രൊസീജിയറിന്റെ ഭാഗമാണ്. ഓക്കെ, പിന്നെന്താണ്, ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ഓർ സിസ്റ്റർ. അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ്, അവരുടെ മറ്റു ബിലോങ്ങിങ്സ്, അവരുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ അത് ഓറൽ ആയിട്ടെന്നാണ് പറയുന്നത് കേട്ടോ, റിട്ടേൺ ആയിട്ടല്ല. അതായത് അതിനെ നമ്മൾ ഇനി ഷിഫ്റ്റ് ചെയ്ത് പുതിയൊരു ഏരിയയിലോട്ടാണ് അവർ പോകുന്നത്. അപ്പൊ അവരുടെ റിസീവിംഗ് ഫെസിലിറ്റി, ഇനി അവരാരാണോ റിസീവ് ചെയ്യാൻ പോകുന്നത് അവിടുത്തെ ഇൻചാർജ് ഉള്ള നഴ്സ് അല്ലെങ്കിൽ സിസ്റ്ററിന്റെ അടുത്ത് ഈ പറയുന്ന പേഷ്യന്റിന്റെ ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ്, മറ്റു റിപ്പോർട്ടുകൾ കൈമാറുക. അതായത് അത് ഓറലി കൈമാറിയാൽ മതി കേട്ടോ. അതായത് അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഈ പേഷ്യന്റിന്റേതായിട്ടുണ്ട്, അത് നിങ്ങളിലേക്ക് തരികയാണെന്നുള്ള രീതിയിൽ അവരോട് സംസാരിക്കാം. ഓക്കെ, ഇതാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡെലിവർ പേഷ്യന്റ് ഡോക്യുമെന്റ്സ്, ബിലോങ്ങിങ്സ് ആൻഡ് റിപ്പോർട്ട് ഓറലി ടു ദ ഇൻചാർജ് നഴ്സ് ആൻഡ് സിസ്റ്റർ. ഓക്കെ, അടുത്തത് എന്താണ്, ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. വാർഡ് ആർട്ടിക്കിൾസ് എന്ന് വെച്ചാൽ ആ ഒരു പേഷ്യന്റ് വാർഡിലുള്ള പേഷ്യന്റ് ആയിരുന്നെങ്കിൽ ആ വാർഡില് ആ ഒരു പേഷ്യന്റിന്റെ ട്രീറ്റ്മെന്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ട മറ്റ് കാര്യങ്ങൾ, ദാറ്റ് മീൻസ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബിലോങ്ങിങ്സ്,
ചിലപ്പോൾ അവരുടെ റിപ്പോർട്ടുകളാവാം, അല്ലെങ്കിൽ വാർഡിൽ അവർ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും അവരുടെ പേഴ്സണൽ ആയിട്ട് അവർ ഉപയോഗിച്ചിട്ടുള്ള എന്തെങ്കിലും എക്യുപ്മെന്റ്സുകളോ ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് കളക്ട് ചെയ്യാം. അത് കളക്ട് ചെയ്തിട്ട് കളക്ട് ചെയ്യാന്നുള്ളതും അതിന്റെ ഒരു ഭാഗമാണ് ഗ്യാദർ ദ വാർഡ് ആർട്ടിക്കിൾസ്. അതുപോലെ തന്നെ വാർഡിൽ നിന്നൊക്കെയാണ് ഷിഫ്റ്റ് ചെയ്യണമെങ്കിൽ വാർഡ് സംബന്ധമായിട്ട് വാർഡിൽ ഇൻചാർജുള്ള നഴ്സിന്റെ സിഗ്നേച്ചറും റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ആവശ്യമാണ്. അപ്പൊ അങ്ങനെയുള്ള വാർഡ് ആർട്ടിക്കിൾസ് ഒക്കെ ഗ്യാദർ ചെയ്യുക, കളക്ട് ചെയ്യാം. പിന്നെന്താണ്, ഇവാലുവേറ്റ് ദ മെത്തേഡ് ഫോർ ട്രാൻസ്പോർട്ട്, ഇൻഫോം ദ റിസീവിംഗ് നഴ്സ് കേട്ടോ. അതുപോലെ നേരത്തെ നമ്മൾ പറഞ്ഞതാണ് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട്, ഏത് രീതിയിലാണ് നമ്മൾ അവരെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അത് മനസ്സിലാക്കാം. എന്നിട്ട് അത് റിസീവിംഗ് ഫെസിലിറ്റിയോട് അത് ഇൻഫോം ചെയ്യാം. എങ്ങനെയാണ് പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെന്നുള്ളത്. അതായത് എയർ ട്രാൻസ്പോർട്ട് ആണോ, അത് ലാൻഡ് ട്രാൻസ്പോർട്ട് ആണോ, സ്ട്രക്ചറിലാണോ, വീൽ ചെയറിലാണോ, എങ്ങനെയാണ് അവരെ കൊണ്ടുവരുന്നതെന്ന് വെച്ചാൽ ആ വിവരം അവരെ റിസീവ് ചെയ്യുന്ന നഴ്സിനോട് ഇൻഫോം ചെയ്യാം. അപ്പൊ അങ്ങനെ മാത്രമാണ് അവർക്ക് അതിനനുസരിച്ചുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ദ പേഷ്യൻസ് ഫിസിക്കൽ വെൽഫെയർ ഡ്യൂറിംഗ് ദ ട്രാൻസ്പോർട്ട് ടു എ ന്യൂ നഴ്സിംഗ് യൂണിറ്റ് കേട്ടോ. അതുപോലെ നമ്മൾ പുതിയൊരു യൂണിറ്റിലൂടെ പേഷ്യന്റിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്ന സമയത്ത് ആ ഒരു പേഷ്യന്റിന്റെ ഫിസിക്കൽ ആയിട്ടുള്ള വെൽഫെയർ, അവരുടെ ശാരീരികമായിട്ടുള്ള ക്ഷേമം എപ്പോഴും ഉറപ്പുവരുത്തണം. അവർക്ക് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവുന്നില്ല, അവർ ഓക്കെയാണ്, അവർ കംഫർട്ടാണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. ഓക്കെ. പിന്നെ എന്താണ്, പ്രൊവൈഡ് ഓറൽ റിപ്പോർട്ട് അബൌട്ട് ദ പേഷ്യൻസ് കണ്ടീഷൻ ടു ദ റിസീവിംഗ് യൂണിറ്റ് നഴ്സ് കേട്ടോ. അതുപോലെ അവരെ റിസീവ് ചെയ്യുന്ന നഴ്സിന്റെ, അവരെ റിസീവ് ചെയ്യുന്ന ആരാണോ ആ ഒരു നഴ്സിനോട് അല്ലെങ്കിൽ ആ ഒരു റിസീവിംഗ് ഫെസിലിറ്റിയിലെ ജീവനക്കാർക്ക് പേഷ്യന്റിന്റെ കണ്ടീഷനെ പറ്റിയിട്ടുള്ള റിപ്പോർട്ട് ഓറൽ ആയിട്ട് പ്രൊവൈഡ് ചെയ്യാനാണ് പറയുന്നത്. രേഖാമൂലമല്ല, അവരോട് വിവരങ്ങൾ പറയാ, രോഗിയുടെ കണ്ടീഷൻ ഇന്നതൊക്കെയാണ് എന്നുള്ള കാര്യങ്ങൾ, അവരുടെ ഹെൽത്തിനെ പറ്റിയിട്ടുള്ള എല്ലാ കണ്ടീഷനുമായിട്ട് ബന്ധപ്പെട്ട റിപ്പോർട്ട്, ഓറൽ റിപ്പോർട്ട് നഴ്സിന് കൊടുക്കാം. അതായത് നഴ്സിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാന്നുള്ളതാണ്. പിന്നെ മേക്ക് ഇറ്റ് ഷുവർ ദാറ്റ് ഓൾ ഡോക്യുമെന്റേഷൻ ഇൻക്ലൂഡിംഗ് ദ കെയർ പ്ലാൻ ഇസ് കംപ്ലീറ്റഡ്. സെയിം പോയിന്റ് തന്നെയാണ് പറഞ്ഞു പോകുന്നത് കേട്ടോ. ആ രോഗിയുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ഡോക്യുമെന്റേഷൻസും കെയർ പ്ലാനുകളും കംപ്ലീറ്റ് ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തണം. നമ്മളൊരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്ന സമയത്ത് നിലവിലുള്ള സ്ഥലത്ത് എല്ലാ ഡോക്യുമെന്റേഷൻസും കംപ്ലീറ്റ് ആണ്, അവിടെ കൊടുത്തിരുന്ന എല്ലാ കെയർ പ്ലാനുകളും രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന്, കംപ്ലീറ്റ് ആയിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തേണ്ടതുണ്ട്. ഓക്കെ. അതുപോലെ അസിസ്റ്റ് ദ പേഷ്യൻസ് അറൈവൽ ടു ദ ന്യൂ യൂണിറ്റ്. പുതിയ യൂണിറ്റിലോട്ട് പേഷ്യൻസ് ചെല്ലുന്ന സമയത്ത് പേഷ്യന്റിന്റെ അറൈവലിന് അസിസ്റ്റ് ചെയ്യാം. അതായത് അവിടെ ചെല്ലുമ്പോൾ പുതിയ യൂണിറ്റിലോട്ടല്ലേ പേഷ്യന്റ് പോകുന്നത്. സോ അവിടെ ചെല്ലുക, അവിടെ പേഷ്യന്റിനെ അസിസ്റ്റ് ചെയ്യാം. ഓക്കെ. പിന്നെന്താണ്, ട്രാൻസ്പോർട്ട് ദ പേഷ്യന്റ് ടു എ ന്യൂ റൂം ആൻഡ് അസിസ്റ്റ് ഇൻ ട്രാൻസ്ഫറിംഗ് ടു ദ ബെഡ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ പേഷ്യന്റിനെ പുതിയ റൂമിലോട്ട് കൊണ്ടുപോവുക, അവരെ ബെഡിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നതിന് അവരെ സഹായിക്കാം. പിന്നെ എക്സ്ചേഞ്ച് ദ ബിലോങ്ങിങ്സ്, മെഡിക്കൽ റെക്കോർഡ്സ് ആൻഡ് റിപ്പോർട്ട്. രോഗിയുടെ എല്ലാവിധ ബിലോങ്ങിങ്സും രോഗി സംബന്ധമായിട്ടുള്ള മെഡിക്കൽ റെക്കോർഡുകളും റിപ്പോർട്ടുകളൊക്കെ കൈമാറാം, എക്സ്ചേഞ്ച് ചെയ്യാം. ആരാണോ റിസീവ് ചെയ്യുന്നത് അവർക്ക് കൊടുക്കുക, അവർക്ക് എക്സ്ചേഞ്ച് ചെയ്യാം. അതുപോലെ ഇൻ ദ ന്യൂ യൂണിറ്റ് പ്രൊസീജിയർ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് ദ അഡ്മിഷൻ പ്രൊസീജിയർ കേട്ടോ. നമ്മളൊരു പുതിയ യൂണിറ്റിലോട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ പ്രൊസീജിയറുകളൊക്കെ ഏതുപോലെയാണ്, ഒരു പുതിയ അഡ്മിഷൻ പ്രൊസീജിയർ പോലെ തന്നെയാണ് അവിടുത്തെ നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. ഒരു പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്യുമ്പോൾ നടത്തുന്ന അഡ്മിഷൻ പ്രൊസീജിയർ ഇല്ല, അതേ സെയിം പ്രൊസീജിയർ തന്നെയാണ് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്ത് വേറൊരു യൂണിറ്റിലോട്ട് പോകുമ്പോൾ ചെയ്യുന്നതും അതേ സെയിം പ്രൊസീജിയർ ആണ് കേട്ടോ. ഓക്കെ. പിന്നെന്താണ്, ക്ലീൻ ദ യൂണിറ്റ് where the patient is admitted and keep ready for the next patient after transferring കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു രോഗി ഉണ്ടായിരുന്ന ആ യൂണിറ്റ് ഏതാണോ അത് ക്ലീൻ ചെയ്യാം. അതായത് പേഷ്യന്റ് അഡ്മിറ്റ് ആയിരുന്ന ആ ഒരു യൂണിറ്റ് എവിടെയാണോ അത് ക്ലീൻ ചെയ്യുക. എന്നിട്ട് നെക്സ്റ്റ് പേഷ്യന്റിന്റെ വരുന്നതിന് മുൻപായിട്ട് അത് റെഡി ആക്കുക, ക്ലീൻ ചെയ്ത് ആ റൂമിന് നീറ്റ് ആക്കി വെക്കുക. കാരണം പുതിയ പേഷ്യന്റ് അവിടേക്ക് വരുമല്ലോ, ഇതുപോലെ ട്രാൻസ്ഫർ ചെയ്ത് വരുന്ന പുതിയ പേഷ്യൻസ് അങ്ങോട്ടേക്ക് വരുമല്ലോ. ഓക്കെ. ഇത്രയൊക്കെയാണ് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ ആണോ? ഓക്കെ, വായിച്ചു നോക്കി, നോട്ടിച്ച് വായിച്ചു നോക്കി, എളുപ്പമുള്ള കാര്യങ്ങളാണ് കേട്ടോ പറഞ്ഞത്. വായിച്ചു നോക്കിക്കോ.
ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് ഇതായിരുന്നു, ക്ലീൻ ദ യൂണിറ്റ് വേർ ദ പേഷ്യന്റ് ഈസ് അഡ്മിറ്റ്. പേഷ്യന്റ് അഡ്മിറ്റ് ചെയ്തിരുന്ന യൂണിറ്റ് ഉണ്ടല്ലോ, അത് ക്ലീൻ ചെയ്യാം. ക്ലീൻ ചെയ്തിട്ട് റെഡിയാക്കി വെക്കാം. കാരണം ആ ഒരു റൂം ഷിഫ്റ്റ് ആയി കഴിഞ്ഞാൽ പിന്നെ ആ റൂമിലേക്ക് പുതിയൊരു പേഷ്യന്റ് വരില്ലേ, അപ്പോഴേക്കും നമ്മൾ ആ റൂം എന്ത് ചെയ്ത് നമ്മൾ ക്ലീൻ ചെയ്ത് നീറ്റാക്കി വെച്ചിരിക്കാം. അതാണ് നമ്മൾ പറയുന്നത്. പുതിയ പേഷ്യന്റ് വരുമ്പോഴേക്കും ആ റൂമൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് ടോപ്പിക്കിലോട്ട് പോകാം കേട്ടോ. അടുത്ത നമുക്ക് പഠിക്കാനുള്ളത് എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ്. നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ എന്തൊക്കെയാണ് പഠിച്ചു വെക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. എക്യുപ്മെന്റ് നെസസറി ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് എ പേഷ്യന്റ് എന്തൊക്കെയാണെന്ന് നോക്കിയേ. വീൽ ചെയർ ഓർ സ്ട്രക്ചർ, അതെല്ലാവർക്കും ആവശ്യമില്ല. കിടപ്പ് രോഗികൾക്കൊക്കെ എന്തായാലും അങ്ങനെ നടക്കാൻ പറ്റാത്ത ആളുകൾക്കൊക്കെ ഇത് ആവശ്യമാണ് അല്ലെ. പൊതുവെ ഉള്ളതാണ് നമ്മൾ പറയുന്നത് വീൽ ചെയർ ഓർ സ്ട്രെച്ചർ. അതുപോലെ ഐഡന്റിഫിക്കേഷൻ ലേബിൾസ്, രോഗിയുടെ ഐഡന്റിഫിക്കേഷൻ ലേബൽ ഉണ്ടായിരിക്കണം അല്ലെ. രോഗിയുടെ ആ ഒരു പേരും കാര്യങ്ങളൊക്കെ രേഖപ്പെടുത്തുന്ന ഐഡന്റിഫിക്കേഷൻ ലേബൽ ഉണ്ടായിരിക്കണം. പേഷ്യൻസ് ബിലോങ്ങിങ്സ്, അതുപോലെ തന്നെ പേഷ്യന്റിന്റേതായിട്ടുള്ള വസ്തുക്കൾ. പിന്നെ എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ. പേഷ്യന്റിന്റെ എന്തെങ്കിലും എക്സ്റേയോ സ്കാനിങ്ങോ അങ്ങനെ എന്തെങ്കിലും എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിപ്പോർട്ട്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ടുകൾ, പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ്, അതായത് അവരുടെ മെഡിക്കൽ ഫയലുകൾ, അതൊക്കെ ആവശ്യമാണ്. അതുപോലെ കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. ആവശ്യമാണെങ്കിൽ മാത്രം കാർഡിയാക് മോണിറ്ററിംഗ് ഡിവൈസ് കൊണ്ടുപോകണം. കാർഡിയാക് മോണിറ്ററിംഗ് ഡിവൈസ് എന്ന് പറയുമ്പോഴേ നമ്മൾ ഈ ഹാർട്ടിന്റെയും അതുപോലെ തന്നെ അവരുടെ എന്താ പറയുക ശ്വാസത്തിന്റെ ഒക്കെ ആ ഒരു മോണിറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ് ആണ് കാർഡിയാക് മോണിറ്ററിംഗ്. ടിവിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, ഈ ICUലൊക്കെ കിടക്കുമ്പോഴല്ലോ ഒരു ചെറിയൊരു പെട്ടി പോലെ സംഭവം TV പോലെ കണ്ടിട്ടില്ല. അപ്പൊ അതിനകത്ത് എന്താണ് ഹാർട്ടിന്റെ ആ ഒരു ഹാർട്ടിന്റെ ബീറ്റ് മാത്രമല്ല നമ്മുടെ ശ്വാസോച്ഛ്വാസം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ലൈവായിട്ട് റെക്കോർഡ് ചെയ്ത് പോകുന്ന ഒരു ഡിവൈസ് ആണ് കേട്ടോ കാർഡിയാക് മോണിറ്റർ പറയുന്നത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം, എല്ലാവർക്കും ആവശ്യമില്ല. കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്, ആവശ്യമുണ്ടെങ്കിൽ ട്രാൻസ്ഫർ. ECG അല്ല കേട്ടോ, ECG അല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാർഡിയാക് മോണിറ്ററിംഗ് ഡിവൈസ് എന്ന് പറയുന്ന ലൈവായിട്ട് ഈ പറയുന്ന ഹാർട്ടിന്റെ ബീറ്റും പൾസും ഇതൊക്കെ റെക്കോർഡ് ചെയ്യുന്ന ഒരു ഉപകരണമാണ്. റെക്കോർഡ് ചെയ്യല്ല, ലൈവായിട്ട് ഡിസ്പ്ലേ ചെയ്യുന്ന, റെക്കോർഡ് എന്ന് പറയാൻ പറ്റില്ല, ലൈവായിട്ട് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കുന്ന ഒരു ഡിവൈസ് ആണിത്. അത് ആവശ്യമുണ്ടെങ്കിൽ കാർഡിയാക് മോണിറ്ററിംഗ് ഡിവൈസും കൊണ്ടുപോകണം. ഇത്രയും ഐറ്റംസുകളാണ് നമ്മളൊരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ട് വരുന്നത്. ഇതൊക്കെയാണ് വീൽ ചെയർ ഓർ സ്ട്രെച്ചർ, ഐഡന്റിഫിക്കേഷൻ ലേബൽ, പേഷ്യൻസ് ബിലോങ്ങിങ്സ്, എക്സ്റേസ്, ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്, പേഷ്യൻസ് റെക്കോർഡ് ആൻഡ് ഫയൽ, കാർഡിയാക് മോണിറ്ററിംഗ് ഇഫ് റിക്വയർഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ട്രാൻസ്ഫർ ടു ആൻ എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി. എക്സ്റ്റെൻഡഡ് കെയർ ഫെസിലിറ്റി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ ട്രാൻസ്ഫർ ആണ്. നമ്മളിപ്പോ ഒരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഹോസ്പിറ്റലിലോട്ട് നമ്മൾ കൊണ്ടുപോകാമെന്ന് വിചാരിക്കും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം? കുറെയൊക്കെ കോമൺ ആണ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ കുറെ കാര്യങ്ങളൊക്കെ കോമൺ ആണ്. എങ്കിലും നമ്മൾ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് മാറി പുതിയൊരു ഹോസ്പിറ്റലിലോട്ട് അല്ലെങ്കിൽ വേറൊരു ഹോസ്പിറ്റലിലോട്ട് മറ്റേതെങ്കിലും ഫെസിലിറ്റിയിലേക്കൊക്കെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമത്തത്, മേക്ക് ഷുവർ ദാറ്റ് ദ പേഷ്യന്റ്സ് ഫിസിഷ്യൻ ഹാസ് റിട്ടൺ the transfer order on his chart and has completed the special transfer form എന്നാണ് കേട്ടോ. ഫ്രം എന്നല്ല, ഫോം എന്നാണ് അണ്ടർലൈൻ ചെയ്തിരിക്കുക കേട്ടോ. അതായത് നമ്മളൊരു പേഷ്യന്റിനെ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് വേറൊരു ഫെസിലിറ്റിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് ആദ്യം തന്നെ നോക്കേണ്ടത് അവരുടെ ഡോക്ടറുടെ ട്രാൻസ്ഫർ ഓർഡർ ഉണ്ടോ എന്നുള്ളതാണ്. ഡോക്ടർ ട്രാൻസ്ഫർ ഓർഡർ കൊടുക്കണം. ഓക്കെ, ഡോക്ടറുടെ ട്രാൻസ്ഫർ ഓർഡർ ആ ചാർട്ടിൽ ഉണ്ടോ എന്നുള്ളത് ചെക്ക് ചെയ്യണം. അതുപോലെ തന്നെ ഒരു സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കൂടെ കംപ്ലീറ്റ് ചെയ്തിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, ഡോക്ടറുടെ ട്രാൻസ്ഫർ ഓർഡറും, രണ്ട്, സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഇനി ഒരു നമ്മൾ പറഞ്ഞല്ലോ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം.
ഈ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത് അതൊന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. ദിസ് ഫോം ഷുഡ് കൺസിസ്റ്റ് ഓഫ് ദ പേഷ്യൻസ് ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, ഡ്രഗ് റെജിമൻ, സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് സച്ച് ആസ് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി. ഫുൾ അണ്ടർലൈൻ ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കാം സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് ഉൾപ്പെടുന്നത്? ഒന്ന്, പേഷ്യന്റിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, പേഷ്യന്റിന്റെ രോഗനിർണയത്തെ സംബന്ധിക്കുന്ന വിവരങ്ങൾ ഉണ്ടാവും. ഡ്രഗ് റെജിമൻ, അതുപോലെ അവരുടെ മരുന്നുകള്, അത് കഴിക്കുന്ന മരുന്നുകള്, അതിന്റെ മരുന്നുകൾ എപ്പോഴൊക്കെയാണ് കഴിക്കുന്നത്, ആ കാര്യങ്ങളൊക്കെ ഡ്രഗ് റെജിമെന്റിനെ പറ്റിയിട്ട് അതിലുണ്ടായിരിക്കും. അതുപോലെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻ, എന്തെങ്കിലും പ്രത്യേകമായിട്ടുള്ള കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ടാവും. ലൈക്ക് ഡയറ്റ് ആൻഡ് ഫിസിയോതെറാപ്പി, ഇപ്പൊ ഡയറ്റ് ഫിസിയോതെറാപ്പി പോലുള്ള എന്തെങ്കിലും സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ വിവരങ്ങളും സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കണം. എന്തൊക്കെ കാര്യങ്ങളാണ്? ഒന്ന്, പേഷ്യൻസിന്റെ ഡയഗ്നോസ്റ്റിക് കെയർ സമ്മറി, പിന്നെ ഡ്രഗ് റെജിമൻ, അവരുടെ മരുന്നുകളെ പറ്റിയുള്ള നടപടിക്രമങ്ങൾ, അതുപോലെ സ്പെഷ്യൽ കെയർ ഇൻസ്ട്രക്ഷൻസ് ലൈക്ക് ഡയറ്റ് ഫിസിയോതെറാപ്പി പോലെയുള്ള പ്രത്യേക പരിചരണ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം തന്നെ സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോമിനകത്ത് രേഖപ്പെടുത്തേണ്ടതാണ്. പിന്നെ വരുന്നത് കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി. നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്യാന്നുള്ളതാണ്. കംപ്ലീറ്റ് ദ നഴ്സിംഗ് സമ്മറി. നഴ്സിംഗ് സമ്മറി കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. നഴ്സിംഗ് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്? നഴ്സിംഗ് സമ്മറിക്കകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നോക്കിയേ? ദാറ്റ് ഇൻക്ലൂഡ്സ് അണ്ടർലൈൻ ചെയ്യാട്ടോ, ദ പേഷ്യൻസ് അസസ്മെന്റ്, അല്ലെ? പേഷ്യന്റിന്റെ വിലയിരുത്തൽ. ആര് നടത്തിയിട്ടുള്ള അസസ്മെന്റ്? നഴ്സസ്, അല്ലെ? ഓക്കെ. പേഷ്യൻസ് അസസ്മെന്റ്, അതുപോലെ പ്രോഗ്രസ്, അവരുടെ പ്രോഗ്രസ്, പിന്നെ നീഡഡ് നഴ്സിംഗ് ട്രീറ്റ്മെന്റ്, എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റ്സുകളാണ് അവർക്ക് ആവശ്യമായിട്ടുള്ളത്, അതുപോലെ അവരുടെ സ്പെഷ്യൽ നീഡ്സ്, ടു മേക്ക് ഷുവർ ദ കണ്ടിന്യൂറ്റി ഓഫ് കെയർ. കണ്ടോ, അവരുടെ ആ ഒരു കെയറിന്റെ കണ്ടിന്യൂറ്റി ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ട് ആ പേഷ്യന്റിന്റെ അസസ്മെന്റും അവരുടെ പ്രോഗ്രസും, അവർക്ക് എന്തൊക്കെ നഴ്സിംഗ് ട്രീറ്റ്മെന്റുകളാണ് ആവശ്യമായിട്ടുള്ളത്, സ്പെഷ്യൽ നീഡ്സുകൾ എന്തൊക്കെയാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ നഴ്സിംഗ് സമ്മറിക്കകത്ത് രേഖപ്പെടുത്തുന്നത്. അപ്പൊ അങ്ങനെ ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് ആ നഴ്സിംഗ് സമ്മറി എന്ത് ചെയ്തിരിക്കണം? കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അടുത്തത് എന്താണ്? സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, അല്ലെ? സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്, ഹോസ്പിറ്റൽ ബില്ലുകളുടെ സെറ്റിൽമെന്റ് നടത്തിയിരിക്കണം. കാരണം എന്തെങ്കിലും പേയ്മെന്റ് ഒക്കെ ഡ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം മറ്റൊരു ഹോസ്പിറ്റലിലോട്ട് പോകാനായിട്ട്. സോ സെറ്റിൽമെന്റ് ഓഫ് ഹോസ്പിറ്റൽ ബിൽസ്. പിന്നെ ലാസ്റ്റത്തെ ഒരു കാര്യം പറയുന്നത് നോക്കിയേ, റീറ്റെയിൽ 1 copy of the transfer form from നല്ല ഫോം എന്നാണ് കേട്ടോ, ഫോം എന്നാണ്. Retain 1 copy of the transfer form and the nursing summary with the patient charter and pass on the other copies to the receiving facilitator. നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ഫർ ഫോം, അതുപോലെ തന്നെ നഴ്സിംഗ് സമ്മറി, പേഷ്യന്റിന്റെ ചാർട്ടർ, അതായത് പേഷ്യന്റിന്റെ മെഡിക്കൽ റെക്കോർഡ് ഉണ്ടല്ലോ, ഇതിന്റെ ഒരു കോപ്പി, ഈ പറയുന്ന 3 കാര്യങ്ങൾ കേട്ടോ, ഒന്ന് സ്പെഷ്യൽ ട്രാൻസ്ഫർ ഫോം, പിന്നെ നമ്മൾ പറഞ്ഞ നഴ്സിംഗ് സമ്മറി, പേഷ്യന്റിന്റെ ചാർട്ടർ എന്ന് വെച്ചാൽ പേഷ്യന്റിന്റെ ഹെൽത്ത് റെക്കോർഡ്, ഇതിന്റെ ഒരു കോപ്പി നമ്മൾ കയ്യിൽ സൂക്ഷിക്കാം. മറു കോപ്പികൾ നമ്മൾ എന്ത് ചെയ്യാം? റിസീവിംഗ് ഫെസിലിറ്റിയിലോട്ട് കൈമാറാം. ഒരു കോപ്പി എപ്പോഴും നമ്മൾ എന്ത് ചെയ്യണം? കയ്യിൽ സൂക്ഷിക്കണം. എന്നിട്ട് വേണം ബാക്കിയുള്ള കോപ്പിയാണ് നമ്മൾ അവരെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ അവരുടെ കൂടെ കൊടുത്തയക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആയോ പറഞ്ഞത്? ഓക്കെ ആണോ? ഇത്രയും കാര്യങ്ങൾ മനസ്സിലായോ? ഇനി നമ്മൾക്ക് ഈ ചാപ്റ്റർ ഇനി ലാസ്റ്റ് വരെ നമുക്ക് പഠിക്കാനുള്ളത്, നേരത്തെ നമ്മളൊരു പോയിന്റ് പറഞ്ഞില്ലേ, കീ എലമെന്റ്സ് ഫോർ ദ ട്രാൻസ്ഫർ ഓഫ് ക്രിട്ടിക്കലി ഇൽ പേഷ്യൻസ്. ഒരു ക്രിട്ടിക്കലി ഇല്ലായിട്ടുള്ള, അതായത് വളരെ ഗുരുതരാവസ്ഥയിലുള്ള ഒരു പേഷ്യന്റിനെ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ആവശ്യമായിട്ടുള്ള കമ്പോണന്റുകൾ, എലമെന്റ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ഒരു സേഫ് ട്രാൻസ്ഫറിനകത്ത് വരുന്ന കമ്പോണന്റുകൾ നമ്മൾ പഠിച്ചില്ലേ? അതാണ് ഇനി നമ്മൾ നെക്സ്റ്റ് കാണാൻ പോകുന്നത് കേട്ടോ. വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിക്കാനുണ്ട്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പറയാം. ഓക്കെ, മാം ഡൗട്ട് ചോദിച്ചോട്ടെ മാം? ചോദിച്ചു. മാം ട്രാൻസ്ഫർ വിത്തിൻ ദ ഫെസിലിറ്റി ഇല്ലേ, അത് ഞാൻ 4ാമത്തെ പോയിന്റ് ചെക്ക് ഗ്യാദർ ദ പേഷ്യൻസ് എക്സ്റേ മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ്. ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം മാം, എന്ത് ഉദ്ദേശിക്കുന്നത് അവിടെ? 4ാമത്തെ പോയിന്റ് അല്ലെ? ഗ്യാദർ ദ പേഷ്യൻസ് എക്സ്റേ മെഡിസിൻ ആൻഡ് അതർ ബിലോങ്ങിങ്സ്.
നമ്മളൊരു പേഷ്യന്റിനെ ഒരു റൂമിൽ നിന്ന് വേറൊരു യൂണിറ്റിലോട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാണ്. അപ്പൊ എന്ത് ചെയ്യണം? ഒരു വാർഡിലുള്ള പേഷ്യന്റ് ആണെന്ന് വിചാരിക്കാം. അപ്പൊ വാർഡിലുള്ള പേഷ്യന്റിനെയാണ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തതെങ്കിൽ അവിടെ അവരുടെ എക്സ്റേ ഉണ്ടാവാം, മെഡിസിൻസ് കൊടുത്തിട്ടുണ്ടാവാം, മറ്റവരുടെ വസ്തുക്കളൊക്കെ എന്ത് ചെയ്യണം? കളക്ട് ചെയ്ത് പുതിയ സ്ഥലത്തേക്ക് കൊണ്ടുപോകണമെന്ന്. മനസ്സിലായോ? Evaluate the method of transport എന്തോ evaluate the method for transport from receiving nurse എന്ന് പറഞ്ഞേക്കുന്നേ. Evaluate the method for ഏത് മെത്തേഡിലൂടെയാണ് അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്? അതായത് നമ്മൾ ആംബുലൻസിലാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, അതിന് ഹെലികോപ്റ്ററോ അല്ലെങ്കിൽ എയർ ട്രാൻസ്പോർട്ട് വഴിയാണോ നമ്മൾ അവർ ട്രാൻസ്ഫർ ചെയ്യുന്നത്, സ്ട്രെച്ചർ ഉപയോഗിച്ചിട്ടാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, വീൽ ചെയറിലൂടെയാണോ ട്രാൻസ്ഫർ ചെയ്യുന്നത്, ഏത് മെത്തേഡാണ് നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്? അത് കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവരെ സ്വീകരിക്കുന്ന നഴ്സിനോട് പറയണം. എങ്ങനെയാണ് ഈ പേഷ്യന്റിനെ കൊണ്ടുവരുന്നതെന്നുള്ളത്, ആംബുലൻസിലാണോ അതോ സ്ട്രെച്ചറിലാണോ വീൽ ചെയറിലാണോ നമ്മൾ അവർ കൊണ്ടുവരുന്നത് എന്നുള്ള കാര്യം അവരോട് ഇൻഫോം ചെയ്യും. ഓക്കെ ഓക്കെ, താങ്ക് യു മാം. ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് ക്ലാസ് ഫൈൻഡപ്പ് ചെയ്യാം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ഇത്രയും കാര്യങ്ങളൊക്കെ വായിച്ച് മനസ്സിലാക്കി വെക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു. താങ്ക് യു മാം. Thank you, ma'am. Thank you, ma'am.